Debate with Dr. Arun Kumar. ഹലോ, ഗുഡ് ഈവനിങ്. 23 ദിവസങ്ങളായി അവർ വെയിലും മഴയുമേറ്റ് നിൽപ്പാണ്. 2022 ലോകാരോഗ്യ സംഘടനയുടെ ലോക ആരോഗ്യ നേതൃപട്ടം കിട്ടിയ ആശാവർക്കർമാർ കൃമികീടമെന്നും ഈർക്കിൽ പിരിവുകാരെന്നും ബക്കറ്റ് പിരിവുകാരെന്നും ആക്ഷേപിക്കപ്പെട്ടവർ. 700 രൂപ ദിവസവേതനമുള്ള സംസ്ഥാനത്ത് 232 രൂപ മാത്രം ഇൻസെന്റീവായി ലഭിക്കുന്ന ആരോഗ്യ പോരാളികൾ. കേന്ദ്രം NHM കുടിശ്ശിക തന്നിട്ടില്ലെന്ന് മന്ത്രി വീണ ജോർജ്. പ്രതിദിനം 700 രൂപ വാഗ്ദാനം ചെയ്ത 2021 ഇടതുപക്ഷത്തിന്റെ പ്രകടന പത്രിക തുറന്നു നോക്കാൻ പ്രതിപക്ഷം. ഇനിയും ആശാവർക്കർമാരെ വെയിലത്തും മഴയത്തും നിർത്തണോ എന്നാണ് ചോദ്യം. ആർക്കാണ് പിടിവാശി? അതിഥികളായി KN ഗോപിനാഥ് CITU നേതാവ്, ഷാജി രാഘവൻ BJP പ്രതിനിധി, ബിന്ദു MA ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി എന്നിവരാണ്. ആദ്യം ഞാൻ ശ്രീ KN ഗോപിനാഥിലേക്ക് പോകുന്നു. ശ്രീ KN ഗോപിനാഥ്, താങ്കൾ ഈ ആശാവർക്കർമാരുടെ സമരത്തിനെത്തിയ പിന്തുണയുമായി എത്തിയ സുരേഷ് ഗോപിയുമായി ബന്ധപ്പെട്ട് നടത്തിയ ഒരു പ്രസ്താവന വിവാദമായിരുന്നു. ആ പ്രസ്താവനയിൽ താങ്കൾ ഉറച്ചു നിൽക്കുന്നുവെന്നാണ് ഇന്നും അങ്ങ് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത്. അങ്ങ് ഉറച്ചു നിൽക്കുകയാണോ ആ സ്റ്റേറ്റ്മെൻറ്റിൽ? ആ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ് എന്ന് ഒരിക്കൽ കൂടി അങ്ങയൊന്ന് കേൾപ്പിക്കാം. അങ്ങത് വീണ്ടും കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇതായിരുന്നു താങ്കൾ സമരവേദിയിൽ പറഞ്ഞത്. ഒന്ന് കേൾക്കാം. ലേബർ കോഡ് കൊണ്ടുവന്ന് 12 മണിക്കൂർ ജോലിയാക്കണമെന്നുള്ള നിർദ്ദേശം കൊണ്ടുവന്നിരിക്കുന്നത് ഞങ്ങളല്ല, BJP ഗവൺമെൻറ്റല്ല. അവരാണ് ഇവിടെ സമരത്തിൽ വരുന്നത്. സമര നായകൻ സുരേഷ് ഗോപി എത്തുന്നു സമര കേന്ദ്രത്തിൽ. എല്ലാവർക്കും കൊട കൊടുക്കുന്നു. കൊട കൊടുക്കുകയാണെങ്കിൽ ഉമ്മയും കൂടി കൊടുത്തോന്ന് അറിയാൻ പാടില്ല. നേരത്തെ അങ്ങനെ കൊടുക്കുന്ന പതിവുണ്ടായിരുന്നു. ആരോ 1-2 പേര് പരാതിപ്പെട്ടോടുകൂടി ഉമ്മ കൊടുക്കൽ നിർത്തിയെന്നു. ഇപ്പോൾ കൊട കൊടുക്കുക കേന്ദ്രമന്ത്രി. കൊട കൊടുക്കണതിന് പകരം ഈ ഓണറിയത്തിന്റെ കാര്യത്തിൽ പാർലമെന്റിൽ പറഞ്ഞ് എന്തെങ്കിലും നേടിക്കൊടുക്കണ്ടേ? ആ ഓഫറുമായിട്ട് വേണ്ട ആ സമരപന്തലിൽ വരാൻ. അങ്ങനെയല്ലേ BJPയും കോൺഗ്രസും ചെയ്യേണ്ടത്? ശ്രീ KN ഗോപിനാഥ്, താങ്കളുടെ ഈ പ്രസ്താവനയെ മുൻനിർത്തിക്കൊണ്ട് CPI നേതാവ് വിമർശിക്കുന്നവർ ഭാഷ ശ്രദ്ധിക്കണം എന്നിന്നലെ പറയുകയും ചെയ്തു. ഇന്നലത്തെ ആ വിമർശനത്തിനോടൊപ്പം വന്ന ഈ സ്റ്റേറ്റ്മെന്റ് താങ്കൾ പിൻവലിക്കുന്നുണ്ടോ ശ്രീ KN ഗോപിനാഥ്? അല്ല അരുൺകുമാർ, എൻ്റെ ഭാഷാ പ്രയോഗത്തിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ബിനോയ് വിശ്വം പറഞ്ഞതുപോലെയോ AR സിന്ധുവും CITUവിൻ്റെ അഖിലേന്ത്യാ സെക്രട്ടറി അങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞു നമ്മൾ സൂക്ഷിച്ച് പദപ്രയോഗങ്ങൾ ഉപയോഗിക്കണം. ഞാനതിന് തയ്യാറാണ്. നമ്മൾ മനഃപൂർവ്വമായിട്ട് ആളുകൾക്ക് വിഷമമുണ്ടാക്കുന്ന പദപ്രയോഗങ്ങളൊന്നും കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്ന ഒരാളല്ല. എന്നാൽ എൻ്റെ പ്രസംഗത്തിൻ്റെ ഒരു ചെറിയ ഭാഗം മാത്രമാണ് നിങ്ങളിവിടെ എടുത്ത് കേൾപ്പിച്ചത്. അത് നിങ്ങൾ മാത്രമല്ല, മിക്കവാറും എല്ലാ മാധ്യമങ്ങളും. ഇന്നിപ്പോൾ അത് തിരിഞ്ഞിട്ടുണ്ട്. ഞാൻ സുരേഷ് ഗോപിക്കെതിരാണ്, ആശാ വർക്കർമാർക്കെതിരല്ല ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞിട്ട് എൻ്റെ വീടിൻ്റെ മുമ്പിലേക്ക് ഇന്ന് BJP പ്രവർത്തകർ വൈകുന്നേരം പ്രതിഷേധ മാർച്ച് നടത്തി. അത് രണ്ടു തന്നെയാണെങ്കിലും ആശാവർക്കർമാർ സമരം ചെയ്യുന്ന പന്തലിൽ സുരേഷ് ഗോപി എത്തി കുട മാത്രമാണോ കൊടുത്തത്, ഉമ്മ കൊടുത്തോ എന്ന് ചോദിക്കുന്ന സമയത്ത് മറുപക്ഷത്ത് അവിടെ നിൽക്കുന്നത് സ്ത്രീകളാണെന്നുള്ളതും ഇപ്പുറത്ത് നിൽക്കുന്നത് മന്ത്രിയാണെന്നുള്ളതും ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. രണ്ടുപേർക്കും രണ്ട് രീതിയിലും വ്യാഖ്യാനിക്കാം. പക്ഷേ അത് അനവസരത്തിലായിരുന്നു, അനുചിതമായിരുന്നു ശ്രീ KN ഗോപിനാഥ്. അല്ലല്ല, ഞാനൊരു മന്ത്രി, ഒരു കേന്ദ്രമന്ത്രി എന്നുള്ള നിലയിൽ ഉത്തരവാദിത്വം നിർവഹിക്കേണ്ട മന്ത്രി ഒരു പ്രശ്നത്തെ കൈകാര്യം ചെയ്യേണ്ടത് ഇങ്ങനെയല്ല. ഒരു സ്റ്റേറ്റ് ഗവൺമെൻറ്റിനെതിരായ ഒരു മുദ്രാവാക്യം വിളിച്ച് ഒരു സമരം ചെയ്യുന്ന ഒരു പന്തലിൽ മന്ത്രിക്ക് വരാനുള്ള സ്വാതന്ത്ര്യമുണ്ട് ജനാധിപത്യത്തിനകത്ത്. പക്ഷേ വന്നു കഴിഞ്ഞാൽ അദ്ദേഹം അതിനകത്ത് ഗവൺമെൻറ്റിൻ്റെ അടുത്തോ മുഖ്യമന്ത്രിയുടെ അടുത്തോ ആരോഗ്യമന്ത്രിയുടെ അടുത്തോ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അടുത്തോ ഇടപെടാം എന്ന് പറയുന്നത് മര്യാദ. ആ ഇടപെടേണ്ട ഒരുപാട് വിഷയങ്ങളുണ്ട് താനും. അതിന് പകരം കൊട കൊടുക്കുന്നത് പ്രതീകാത്മകമായി ഈ സമരത്തിന് വീര്യം പകരാനാണ്. കാരണം എന്ന് വെച്ചാൽ വെയിലും മഴയും കൊണ്ടാലും നിങ്ങൾ ഇവിടെ നിന്ന് എഴുന്നേറ്റ് പോകണ്ട, ഈ ഗവൺമെൻറ്റിനെതിരെ മുദ്രാവാക്യം വിളിച്ചുകൊണ്ടിരുന്നോളൂ, എൻ്റെ എല്ലാ പിന്തുണയുണ്ടെന്നാണ് പറഞ്ഞത്. അങ്ങനെ ഒരു നാടകം അദ്ദേഹം കാണിക്കേണ്ടത് എന്താ? അദ്ദേഹം ഇതിനു മുമ്പ് ഇത് ചെയ്തിട്ടുണ്ട്. ഞാൻ അത് മനസ്സിൽ വെച്ചിട്ട് എൻ്റെ പ്രസംഗത്തിൻ്റെ ആ രസച്ചരട് പൊട്ടാതെ ചെറിയ ഹ്യൂമർ സെൻസോടുകൂടി കലർത്തിക്കൊണ്ട് പറഞ്ഞതാ. അത് ആശാവർക്കർമാരെ സെക്സ്വലായിട്ട് കളിയാക്കാനോ അവരെ അല്ലാതെ കളിയാക്കാനോ പറഞ്ഞതല്ല. ഞാൻ എത്രയോ സ്ത്രീകളുടെ ഈ സമരത്തിന് പിന്തുണയേറുന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഈ സമരത്തിന് ഇത്തരം തരത്തിലുള്ള ആഖ്യാന സാധ്യതകൾ കൊടുക്കുന്നുണ്ട് ചിലരുടെ സ്റ്റേറ്റ്മെന്റുകൾ. അതിലേറ്റവും ഒടുവിലത്തതാണ് അങ്ങയുടേത്. അങ്ങ് പറയുന്നത് പോലെ അങ്ങൊരു സ്ത്രീ വിരുദ്ധരൊന്നുമല്ല. അങ്ങയുടെ CITU രാഷ്ട്രീയ പാരമ്പര്യമൊക്കെ എനിക്കറിയാം. പക്ഷേ അങ്ങ് അറിഞ്ഞോ അറിയാതെയോ പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ്, ഒരു വാചകം ഇന്നൊരു വലിയ ആയുധമായി മാറുകയാണ് അവർക്ക്.
അതെ, ആ പ്രസംഗത്തിൽ ഞാൻ ആ പറഞ്ഞ വാചകം എതിരാളികൾക്ക് ഉപയോഗപ്പെടുത്താൻ അവസരമുണ്ടായി. അതിന് എൻ്റെ വായിൽ നിന്ന് അങ്ങനെ വീണതിന് ഞാൻ നിർവ്യാജം ഖേദം പ്രകടിപ്പിക്കുന്നു. എനിക്ക് അതിനകത്ത് യാതൊരു പരിഭവമില്ല. പ്രധാനപ്പെട്ട കാര്യമാണ്. ശ്രീ കെ എൻ ഗോപിനാഥ് നിർവ്യാജം ഖേദം രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമുക്കിനി അതിന്മേലുള്ള ചർച്ച വേണ്ടതില്ല. ഇനി നമുക്കതിൻ്റെ കണ്ടന്റിലേക്ക് വരാം. തീർച്ചയായിട്ടും ഇത്തരം സ്റ്റേറ്റ്മെൻറ്റുകൾ നേരത്തെ ഈർക്കിൽ സംഘടന, ബക്കറ്റ് പിരിവ്, കൃമികീടങ്ങൾ, ഇത്തരം സ്റ്റേറ്റ്മെൻറ്റുകളെല്ലാം ഒഴിവാക്കി ഈ വിഷയത്തിൻ്റെ മെറിറ്റിലേക്ക് വരാൻ എന്താണ് ശ്രീ കെ എൻ ഗോപിനാഥ് തടസ്സം? നിങ്ങളുടെ മുന്നിൽ ഏറ്റവും വലിയ തടസ്സമായി നിൽക്കുന്നത് ഇത് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞതുപോലെ, പ്രതിപക്ഷം ഉന്നയിക്കുന്നത് പോലെ 2021 പ്രകടന പത്രികയിൽ ദിവസം 700 രൂപ ഇവരുടെ ഓണറേറിയമായി വർദ്ധിപ്പിക്കുമെന്നുള്ള നിങ്ങളുടെ വാഗ്ദാനമാണ്. ആ വാഗ്ദാനമാണ് നിങ്ങൾക്ക് ഇന്ന് തിരിച്ചടിയാകുന്നത്. ശരിയല്ലേ? അല്ല, രാഹുൽ മാങ്കൂട്ടം നിയമസഭയിൽ പറഞ്ഞ പ്രകടന പത്രിക കോൺഗ്രസിൻ്റെ നേതാക്കന്മാരെല്ലാവരും ഇപ്പോൾ പറയുന്നുണ്ട്, ചാനൽ ചർച്ചയിലും പറയുന്നുണ്ട്. അരുൺകുമാർ ആ പ്രകടന പത്രിക പരിശോധിച്ചിട്ടുണ്ടോ? ഞങ്ങൾ കേരളത്തിലെ മിനിമം വേജസ് 720 രൂപ എന്നുള്ള നിലയിൽ 21,000 രൂപ പ്രതിമാസം ലഭിക്കത്തക്ക വിധത്തിൽ വേതന വർധനവ് തൊഴിലാളികൾക്ക് നടപ്പാക്കുന്ന പറഞ്ഞത്. അത് തൊഴിൽ നയത്തിൽ പ്രഖ്യാപിച്ച ഗവൺമെൻറ്റാണ്. അല്ലാതെ ആശാ വർക്കർമാരും അംഗൻവാടി, മിഡ് ഡേ മീൽ അടക്കമുള്ള സ്കീം വർക്കർമാർക്ക് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പദ്ധതികളാണെന്നിരിക്കെ അവർ തൊഴിലാളികളായി പരിഗണിക്കാതെ കേരളത്തിലെ ഗവൺമെൻറ് അങ്ങനെ പരിഗണിക്കുമെന്ന് കണക്കാക്കിക്കൊണ്ട് ഒരു ഓഫർ പ്രകടന പത്രികയിൽ പറഞ്ഞതായിട്ട് ഞാൻ എവിടെയും വായിച്ചിട്ടില്ല. ഞാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വേണ്ടി തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തിയ ആളാണ്. നമുക്ക് തെറ്റൊന്നുമില്ല. 21,000-ഓ 26,000-ഓ ഒക്കെ ഇപ്പം ഞങ്ങൾ ആ 21,000 മാറ്റി 26,000-ആണ്. അടുത്ത തവണ പ്രകടന പത്രിക കേൾക്കുമ്പോൾ 26,000-ലേക്ക് മാറേണ്ടി വരും. ഞങ്ങൾ ഓൾ ഇന്ത്യ ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെടുന്ന സ്റ്റേറ്റ് ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെടും. CITU അടക്കമുള്ള ട്രേഡ് യൂണിയൻ സംഘടനകൾ ഇപ്പോൾ ഈ മെയ് 5-ാം തീയതി മിക്കവാറും ഒരു പണിമുടക്കിലേക്ക് രാജ്യം മാറുകയാണ്. അവിടെയും ആശാ വർക്കർമാരടക്കമുള്ളവരുടെ പ്രശ്നങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. അവർ പറയുന്നത് അവരെ തൊഴിലാളികളായി അംഗീകരിക്കണം കേന്ദ്ര സർക്കാർ. കേന്ദ്ര സർക്കാരിൻ്റെ സ്കീമാണ് 2005-ൽ കൊണ്ടുവന്ന ഈ സ്കീമെല്ലാം. അത് അവരിപ്പോൾ ഏതാണ്ട് 20 വർഷമാണ്. ഏപ്രിൽ 14-ാം തീയതി വന്ന 20 വർഷമായി ആശ എന്നുള്ള സ്കീം വന്നിട്ട്. അവരെ ആർദ്രം മിഷൻ്റെ ഭാഗമായി സംസ്ഥാന ഗവൺമെൻറ് VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴാണ് അവരുടെ ഫിക്സഡ് ഇൻസെൻറ്റീവ് എന്നുള്ള നിലയിൽ ഒരു തീരുമാനമെടുത്ത് അവരുടെ ജോലിക്കൊരു സ്ഥിരത ഉണ്ടാക്കിയത്. ഗവൺമെൻറ് ഒരുപാട് കാര്യങ്ങൾ പറയുന്നില്ല. 7,000 രൂപ പ്രതിമാസം ഓണറിയം എന്നുള്ള നിലയിലേക്ക് എത്തിച്ചത് പല വട്ടങ്ങളിലായി ട്രേഡ് യൂണിയൻ സംഘടനകളുടെ, CITUവിൻ്റെ, ഫെഡറേഷൻ്റെയൊക്കെ ഇടപെടലിൻ്റെ ഭാഗമായിട്ടാണ്. ഒന്നും അറിയാതെ അത് 7,000 ഇനി വർദ്ധിക്കുന്നതിൽ തെറ്റില്ല. ഞങ്ങളും ഈ ഒരാഴ്ച 2 ദിവസം മുമ്പ് സമരം ചെയ്തല്ലോ ഡയറക്ടറേറ്റ് ഓഫ് ഹെൽത്ത് സർവീസിൻ്റെ മുമ്പിൽ. അവിടെ 7-ാം തീയതി ചർച്ചയ്ക്ക് വിളിച്ചിട്ട് ഇതേ മന്ത്രി തന്നെ ഇപ്പോൾ അസോസിയേഷൻ എന്ന് പറയുന്ന ശ്രീ ബിന്ദുവിൻ്റെ സംഘടന, ആ സംഘടനയോട് പറഞ്ഞ പോലെ തന്നെ ഞങ്ങളോടും മറുപടി പറഞ്ഞതാണ്. ബിന്ദു പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. കാരണം ഓണറി ഇപ്പോൾ വർദ്ധിപ്പിക്കാൻ ഗവൺമെൻറ് മാർഗ്ഗമില്ല. 636 രൂപയാണ് NHM-ന് മൊത്തം കേന്ദ്ര ഗവൺമെൻറ് കൊടുക്കാനുള്ളത്. ശമ്പള കുടിശ്ശിക ഇനത്തിൽ തന്നെ 100 കോടി കൊടുക്കാനുണ്ട്. അതെല്ലാം ഗവൺമെൻറ് മുടക്കി കഴിഞ്ഞാൽ പിന്നെ കേന്ദ്രം കൈമലത്തുകയാണ് ചെയ്യുന്നത്, തരുന്നില്ല. അവർ പല വിധത്തിലുള്ള മസ്റ്ററിങ്, അതുപോലെ കളറിങ്, ഇങ്ങനെ ബ്രാൻഡിങ്, ഇങ്ങനെയൊക്കെ ഒരുപാട് നിബന്ധനകൾ കൊണ്ടുവരിക. ഇപ്പം ചിലർ പറയുന്നുണ്ട് ഈ 7,000 രൂപ കൊടുക്കുന്നതും ജോലി ചെയ്യിപ്പിക്കുന്നതും കേരള ഗവൺമെൻറ് അല്ലേ, അതുകൊണ്ട് കേരള ഗവൺമെൻറ് ജോലി ചെയ്യിപ്പിക്കുമ്പോൾ ഉയർത്തിയാൽ എന്താണെന്നാണ്. കേരള ഗവൺമെൻറ് അധികമായി ചെയ്യുന്ന ജോലികളാണ് ഉപാധി എന്ന് പറഞ്ഞത്. ആ ഉപാധി പിൻവലിക്കാൻ ഇപ്പോൾ തയ്യാറായിട്ടുണ്ടല്ലോ. അല്ലാതെ 70-ഓ 60-ഓ വരുന്ന നിർദ്ദേശങ്ങൾ ഉണ്ടാക്കിയത് NHM-ന്റെ കേന്ദ്ര സ്കീമാണ്. അത് നഗരങ്ങളിലേക്ക് കൂടി ബാധിക്കപ്പോഴാണ്. ഞാനൊന്ന് ബിന്ദുവിലേക്ക് പോയി മടങ്ങി വരാം. ആദ്യ ഭാഗത്തെ ഈ 2 പ്രധാനപ്പെട്ട വിഷയങ്ങളോട് ബിന്ദുവിന്റെ പ്രതികരണം. ബിന്ദു MA ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷന്റെ ജനറൽ സെക്രട്ടറിയാണ്. ബിന്ദു, ഇപ്പോൾ CITU നേതാവ് നിങ്ങളുമായി ബന്ധപ്പെട്ട് നടത്തിയ, സുരേഷ് ഗോപി ഈ സമരപ്പന്തലിൽ വന്നപ്പോൾ നടത്തിയ പരാമർശത്തിൽ നിർവ്യാജം ഖേദം പ്രകടിപ്പിച്ചിരിക്കുകയാണ്. ഇത്തരം പരാമർശങ്ങൾ ഉണ്ടാവാൻ പാടില്ല എന്ന് തന്നെയാണ് പൊതുവെ ഇടതു മുന്നണിയിൽ ഉയരുന്ന ഒരു പ്രധാനപ്പെട്ട പ്രതികരണവും. അതേസമയം തന്നെ ഈ പ്രകടന പത്രികയെ മുൻനിർത്തി നിങ്ങളടക്കം വ്യാജ അവകാശവാദങ്ങൾ ഉന്നയിക്കുകയാണ് എന്നതാണ് ഭരണപക്ഷം പറയുന്നത്. ബിന്ദു MA. അതെ, കഴിഞ്ഞ ദിവസം പത്തനംതിട്ടയിൽ ശ്രീ CITUവിൻ്റെ ഒരു നേതാവ്, ഞങ്ങളുടെ സമര നേതാവ് ശ്രീമതി യസ്മിനിക്കെതിരെ നടത്തിയ ഒരു പരാമർശം കഴിഞ്ഞപ്പോൾ ഇവരുടെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ഇവർക്കൊക്കെ വാണിംഗ് കൊടുത്തതാണ്. സംസാരിക്കുമ്പോൾ സൂക്ഷിച്ചു വേണം, പദപ്രയോഗങ്ങളൊക്കെ സൂക്ഷിച്ചു വേണമെന്ന്. അതിനുശേഷമാണ് ശ്രീ KN ഗോപിനാഥ് ഇത്തരത്തിലുള്ള ഒരു പരാമർശം നടത്തി. അദ്ദേഹം പറയുന്നത് എൻ്റെ പ്രസംഗത്തിൽ നിന്നും അടർത്തിയെടുത്ത് ഇങ്ങനെ പറഞ്ഞു. എന്താ അടർത്തിയെടുത്തെന്നാ പറഞ്ഞ ആര്യല്ലേ പറഞ്ഞുള്ളൂ.
പിന്നെ ഇത് ഓരോരുത്തരും അവരുടെ സംസ്കാരവും നിലവാരവും അനുസരിച്ചാണ് ഇത് പറയുന്നത്. അത്തരം വ്യാഖ്യാന സാധ്യതയ്ക്ക് ഇട നൽകുന്നുവെന്ന് കരുതി അദ്ദേഹം അതിപ്പോൾ ഖേദം രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഡോക്ടർ അരുൺ, കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് അല്ലെ 20 ദിവസമായിട്ട് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഇതുപോലെയുള്ള കാര്യങ്ങൾ, പറച്ചിലുകളും കാര്യങ്ങളും ഒക്കെ ഈ കേരള സമൂഹം കേട്ടുകൊണ്ടിരിക്കുകയല്ലേ. ഇവരുടെ നിർവ്യാജത്തിലൊക്കെ എത്രത്തോളം സത്യസന്ധത ഉണ്ടെന്ന് പരിശോധിച്ച് നോക്കേണ്ടതാണ്. എന്തായാലും നമ്മൾ അത്തരം കാര്യങ്ങളിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന നിയമപരമായ കാര്യങ്ങളുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ്. അത് മുന്നോട്ട് പോകും. അത് ഒരു വശം. പിന്നെ സുരേഷ് ഗോപി അവിടെ വന്നത് അത്രയും സ്ത്രീകൾ വെളുപ്പിനെ 2:45-3 മണി മുതൽ അവിടെ ഇരുന്ന് പെരുമഴയത്തിരുന്നിട്ട് ഇവരെന്താ തിരിഞ്ഞു നോക്കാഞ്ഞത്? ഇവിടുത്തെ ഇടതുപക്ഷ സർക്കാരിനോട് ആവശ്യപ്പെട്ടുകൊണ്ടാണ്, വേതന വർധനം ആവശ്യപ്പെട്ടുകൊണ്ടാണ് ആ സ്ത്രീകൾ കഴിഞ്ഞ 20 ദിവസമായിട്ട് വെയിൽ കൊള്ളുന്നതും കഴിഞ്ഞ 2 ദിവസമായിട്ട് മഴ കൊള്ളുന്നതും. എന്താണ് തിരിഞ്ഞു നോക്കാഞ്ഞത്? സുരേഷ് ഗോപി അവിടെ വരാനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുത്തതാരാണ്? അവിടെ മഴ നിറഞ്ഞിരുന്നപ്പോൾ ഒരു ടാർപോളിൻ വലിച്ചു കെട്ടിയപ്പോൾ അത് അഴിച്ചിടാൻ പോലീസിന് മുകളിൽ നിർദ്ദേശം കൊടുത്തിട്ട് ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ മഴ പെയ്തപ്പോൾ ആ ഭക്ഷണത്തിൽ വെള്ളം വീഴാതിരിക്കാൻ വേണ്ടി ആ ടാർപോളിനൊന്ന് കൈകൊണ്ട് പിടിച്ച് നിവർത്തി വെച്ചപ്പോഴത്തേക്ക് പോലീസ് അവിടെ വന്നത് താഴെ ഇടണമെന്ന് പറഞ്ഞിട്ട് ആ മഴവെള്ളത്തിലിരുന്ന് ഞങ്ങൾ ഭക്ഷണം കഴിക്കായിരുന്നു. ഇതൊന്നും ആരും കണ്ടില്ലേ? അപ്പോൾ അദ്ദേഹത്തിൻ്റെ മനുഷ്യ സ്നേഹത്തിൻ്റെ എന്തോ ഫലമായിട്ട് അദ്ദേഹം അവിടെ വന്നു. അതിനെന്താ കുഴപ്പം? എന്തെങ്കിലും കുഴപ്പമുണ്ടോ സുരേഷ് ഗോപി അവിടെ കൊണ്ട് കുട തരുന്നതുകൊണ്ട്? ഞങ്ങൾ മഴ നനയാതിരിക്കാനാണ് അവിടെ വന്നത്. ഞങ്ങൾ ആ മഴ നനഞ്ഞുകൊണ്ട് അവിടെ ഇരിക്കുക തീരുമാനിച്ചു വന്നവരാണ്. അദ്ദേഹത്തിന്റെ മാനുഷിക പരിഗണന ഒരു പോളിത്തീൻ കവർ നൽകുക എന്നതിനും അപ്പുറം ഈ വിഷയത്തിൽ യഥാർത്ഥത്തിൽ കേന്ദ്രത്തിൽ ഇടപെട്ട് സമ്മർദ്ദം ചെലുത്തി രാജ്യമൊന്നാകെ ആശാവർക്കർമാരുടെ നിലവിൽ നിശ്ചയിച്ചിരിക്കുന്ന ഇൻസെന്റീവ് 3000 രൂപയിൽ നിന്ന് വർദ്ധിപ്പിക്കേണ്ടത് ആവശ്യമാണെന്ന് ബിന്ദുവിന് തോന്നുന്നില്ലേ? ആ സമരപ്പന്തലിൽ കേന്ദ്ര സർക്കാരിനെതിരെ എന്തെങ്കിലും ഒരു മുദ്രാവാക്യമുണ്ടോ? ഡോക്ടർ അരുണെ, ഞാനൊരു കാര്യം, ഡോക്ടർ അരുണിനോട് എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്. പറയുന്ന കാര്യങ്ങൾ പൂർത്തിയാക്കാനും അടുത്ത ക്വസ്റ്റ്യൻ അതുമായിട്ട് ഇങ്ങനെ കണക്ട് ചെയ്ത് വരാതെ. എല്ലാം വ്യത്യസ്തങ്ങളായ വിഷയങ്ങളാണ്, അല്ലാതെ ഈ പറഞ്ഞ വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ടല്ല നിങ്ങളിപ്പോൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് അദ്ദേഹം അവിടെ കൊണ്ട് കുട തന്നതിനെക്കുറിച്ചാണ് ശ്രീ KN ഗോപിനാഥൻ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്. അദ്ദേഹം മാത്രമല്ലല്ലോ അവിടെ പോയ ആ സമരപ്പന്തൽ എല്ലാ ദിവസവും സന്ദർശിക്കുന്ന കുറച്ച് കുട്ടികളുണ്ട്. ആദ്യത്തെ ദിവസം ഞങ്ങൾക്ക് മഴ പെയ്തപ്പോൾ അവിടെ ഉണ്ടായിരുന്ന, അപ്പോൾ രാത്രി 10 മണിയോളമായി. ആ കുഞ്ഞുങ്ങൾ പോയി അവരുടെ കയ്യിലുണ്ടായിരുന്ന പൈസയ്ക്ക് ഞങ്ങൾ ആ മഴയെയും വെള്ളത്തെയും പ്രതിരോധിക്കാൻ കഴിയുന്ന കുറച്ച് സാധനങ്ങൾ ആ കുഞ്ഞുങ്ങൾ വാങ്ങിച്ചുകൊണ്ട് തന്നു. കുട വാങ്ങിച്ചുകൊണ്ട് തന്നതും റെയിൻകോട്ട് വാങ്ങിച്ചുകൊണ്ട് തന്നതും സുരേഷ് ഗോപി മാത്രമല്ല, ഒത്തിരി മനുഷ്യർ അതിലേക്ക് വന്നത് വാങ്ങിച്ചു. ഇവർ സുരേഷ് ഗോപി കൊണ്ട് തന്നത് മാത്രമേ കണ്ടുള്ളൂ. ആ വിഷയത്തിൽ അത്രയാണ് എനിക്ക് പറയാനുള്ളത്. കാരണം മനുഷ്യത്വപരമായിട്ടുള്ളത്, അത്രയും സ്ത്രീകൾ അവിടെ നിന്ന് ആ പെരുമഴയത്ത് മഴ നനഞ്ഞുകൊണ്ട് ആ സമരം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഏതൊരു മനുഷ്യനടിച്ച ഹൃദയമുള്ള ഒരു മനുഷ്യർക്കും കണ്ടു നിൽക്കാൻ കഴിയാത്ത കാര്യമാണ്. എന്തുകൊണ്ടാണ് ഇവിടുത്തെ ചീഫ് മിനിസ്റ്റർക്കും മറ്റ് മിനിസ്റ്റർമാർക്കും ഇത് കണ്ടിട്ട് എന്താണ് അത് അവർക്ക് വേദന തോന്നാത്ത? എന്താണ് ഈ സംസ്ഥാനത്തെ സിറ്റിസൺസ് അല്ലേ ഞങ്ങൾ? ഈ സംസ്ഥാനത്തെ ഈ സർക്കാരിന് നികുതി കൊടുക്കുന്നവരല്ലേ ഞങ്ങൾ? ഈ സംസ്ഥാനത്തെ സർക്കാർ നോട്ട് ചെയ്യുന്ന ആളുകളല്ലേ ഞങ്ങൾ? എന്താണ് ഞങ്ങൾ അത്രയും കഷ്ടപ്പെട്ടിട്ട് ഇവർക്ക് വേദന തോന്നാത്തത്? ശരി, ഞാൻ മറുപടി എടുത്തു വരാം. ശ്രീ ഗോപിനാഥ്, കണ്ണൂരിൽ ഇതേ സമയത്താണ് വഴി തടഞ്ഞ് ഒരു പന്തലിട്ടുകൊണ്ട് അവിടെ സമരം നടത്തുന്നത്. ആ സമരം നടത്തുന്നതിനെ കുറിച്ചാണ് ഹൈക്കോടതി സംസ്ഥാന സർക്കാരിനോട് ചോദിച്ചത്. നിങ്ങൾക്ക് കണ്ണൂരിൽ ഒരു നയവും തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്യുന്ന ആശാവർക്കർമാരോട് മറ്റൊരു നയവുമാകുന്നത് എന്താണ്? സുരേഷ് ഗോപി അവിടെ വരുത്തിയത് അന്ന് രാത്രി 3 മണിക്ക് മഴ പെയ്യുന്ന സമയത്ത്, ഈ കോരിച്ചൊരിയുന്ന മഴയത്ത് ആശാവർക്കർമാരെ മഴയത്ത് നിർത്താൻ പ്രേരിപ്പിക്കുന്ന വിധത്തിൽ ആ ടാർപോളിൽ അഴിച്ചുമാറ്റിയ പോലീസിന്റെ നടപടിയാണ്. ആ നേരം പുലർന്നിരുന്നെങ്കിൽ എന്തെങ്കിലും സംഭവിക്കുമായിരുന്നോ? പകൽ വെളിച്ചത്തിലല്ലേ എല്ലാവരുടെയും കണ്ണിന് മുന്നിൽ കണ്ണൂരിൽ ഇതേപോലെ പന്തൽ ഉയർത്തിയത് പാർട്ടി? ശ്രീ ഗോപിനാഥ്, എന്തോ എന്നോടാണോ? അതെ. ഹലോ, ഞാൻ കേട്ടില്ല. അതായത് കണ്ണൂരിൽ പാർട്ടിക്ക് റോഡ് തടഞ്ഞ് പന്തലിട്ട് സർക്കാരും പോലീസും കൊടുത്ത നോട്ടീസ് 4 മടക്കി പോക്കറ്റിലിടാം, അവിടെ പന്തലിൽ പ്രതിഷേധ പ്രകടനം നടത്താം, സമരം നടത്താം, പോലീസ് കാഴ്ചക്കാരായി നിൽക്കും. എന്നാൽ അർദ്ധരാത്രിയിൽ അല്ലെങ്കിൽ പുലർച്ചെ 3 മണിക്ക് കോരിച്ചൊരിയുന്ന മഴയത്ത് ടാർപോളിൻ കെട്ടി ഈ പാവപ്പെട്ട ആശാവർക്കർമാർ അവിടെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്യുമ്പോൾ അവരുടെ ടാർപോളിൻ പൊളിച്ചു മാറ്റും. കണ്ണൂരിൽ പന്തലിടാം, ആശാവർക്കർമാരുടെ സമരത്തിൻ്റെ ടാർപോളിൻ മഴയത്തിടുമ്പോൾ അത് പൊളിച്ചു മാറ്റണം. സുരേഷ് ഗോപി അവിടെ എത്തിച്ചത് ഈ പോലീസിൻ്റെ തിടുക്കമാണ് ശ്രീ KN ഗോപിനാഥ്. അതാണ് ബിന്ദു പറയുന്നത്.
ഞാൻ പറഞ്ഞത് ഈ കണ്ണൂരിലും തിരുവനന്തപുരത്താണെങ്കിലും എറണാകുളത്താണെങ്കിലും പോലീസ് നിയമം നടപ്പിലാക്കേണ്ടത് ഒരേപോലെ തന്നെയാണ്. അതിനകത്ത് എനിക്ക് അഭിപ്രായ വ്യത്യാസമില്ല. തിരുവനന്തപുരത്ത് മാറ്റി കണ്ണൂർ അല്ല ആയിക്കോട്ടെ, ഞാനത് സമ്മതിച്ചു. അതങ്ങനെ വിവേചനം പാടില്ല എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. എന്നാൽ ഞാൻ ഒരു കാര്യം അരുൺകുമാറിനോട് ഈ ചർച്ച അത് ശരി, ഡോക്ടർ അരുൺകുമാർ, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. ഇന്ത്യയിൽ 28 സ്റ്റേറ്റുകളുണ്ടല്ലോ. ഏതെങ്കിലും സെക്രട്ടേറിയറ്റിന് മുമ്പിൽ ഇതേപോലെ ഒരു സമരം നടത്താൻ അനുവാദമുണ്ടോ? ഈ കേരളത്തിലെ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ അല്ലാതെ ഇന്ത്യൻ പാർലമെന്റിന് മുമ്പിൽ സമരം നടത്താൻ അനുവാദമുണ്ടോ? അവകാശങ്ങൾ കേരളത്തിലെ ഗവൺമെന്റ് അനുവദിക്കുന്നില്ലേ? സോളാർ വിഷയത്തിൽ LDF മാത്രമല്ല, അത് LDF മാത്രമല്ല, കേരളത്തിൽ ഐക്യമുന്നണി വരികയാണെങ്കിലും കേരളത്തിൽ മാറി വരുന്ന സന്ദർഭത്തിൽ ഒരു ഉദ്യോഗസ്ഥനെങ്കിലും ഏതെങ്കിലും ഗേറ്റ് വഴി നിങ്ങൾ കേരളത്തിൽ മാത്രമേ ഈ പ്രാഥമിക ദിനചര്യകൾ നടത്താൻ സ്ഥലമില്ലാത്തതുകൊണ്ട് സമരം പിൻവലിച്ചു എന്നാണ് കേൾക്കുന്നത്. അതവിടെ നിൽക്കട്ടെ. പക്ഷേ സെക്രട്ടേറിയറ്റിന് മുന്നിലാണ് നമുക്ക് ആകെ സമരം ചെയ്യാൻ ഒരു സ്ഥലമുള്ളത്. അവിടെ സമരം ചെയ്യരുത് എന്ന് ഹൈക്കോടതിയുടെ ഉത്തരവുണ്ട്, ശരിയാണ്. പക്ഷെ നമുക്ക് ജന്തർ മന്ദിർ പോലെ സ്ഥലമൊന്നുമില്ല. പക്ഷെ അധികാരത്തിൽ ഇരിക്കുമ്പോൾ മാത്രം CIT പോലൊരു സംഘടന പോലും സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്യാറില്ലേ? അരുൺകുമാർ, ഞാൻ പറഞ്ഞത് കേട്ട മട്ടേ കാണിക്കുന്നില്ല. ഞാൻ പറഞ്ഞത് അങ്ങനെയല്ല. ഈ ടർപ്പാളിനൊക്കെ കെട്ടിയത് അഴിച്ചത്, ഞാനും ഒരു സമരം ചെയ്യുന്ന സംഘടനയാണ്. ടർപ്പാളിയും കെട്ടിയതൊന്നും അഴിക്കാൻ പാടില്ല, കെട്ടാൻ അനുവാദമൊക്കെ മേടിക്കണം, തർക്കമില്ല. അത് കണ്ണൂരിൽ അനുവദിക്കും, ഇവിടെ അനുവദിക്കില്ല എന്ന് പറയുന്നതൊക്കെ പോലീസ് നീതിബോധമില്ലാതെ പെരുമാറുന്നതാണ്. പോലീസ് അക്കാര്യത്തിൽ കർശനമായ നിലപാട് സ്വീകരിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. അതേസമയം ഞാനൊരു ചോദ്യം ചോദിക്കുന്നത്, ഇന്ത്യയിലെ ഏതെങ്കിലും ഗവൺമെൻറ് സെക്രട്ടേറിയറ്റിന് മുമ്പിൽ നമ്മുടെ അയൽ സംസ്ഥാനങ്ങളിലോ ഗുജറാത്തിലോ അതുപോലെ തന്നെ ഡൽഹിയിലോ എവിടെയെങ്കിലും പാർലമെൻറ്റിലോ സെക്രട്ടേറിയറ്റിൻ്റെ മുമ്പിൽ നടപ്പാതയുടെ മുമ്പിൽ ഇങ്ങനെ ബ്ലോക്ക് ചെയ്ത് സമരം ചെയ്യാനുള്ള അവകാശം എവിടെയെങ്കിലും ഉണ്ടോ ഈ കേരളത്തിലല്ലാതെ? ഞാൻ ഇടതുപക്ഷം ഭരിക്കുമെന്ന് മാത്രമല്ല പറഞ്ഞത്, UDF ഭരിക്കുമ്പോഴും കേരളത്തിൽ ഈ സ്ഥിതിയുണ്ട്. ഇത്തരം വിഷയങ്ങളിൽ കാതലായ ജീവിത പ്രശ്നങ്ങളെ മുൻനിർത്തി ആശാവർക്കർമാരടക്കം സമരം ചെയ്യുന്ന സാഹചര്യങ്ങളിൽ ഇതേപോലെ മഴ പെയ്യുന്ന സമയത്ത് രാത്രിയിൽ ഇതേപോലെ സ്ത്രീകൾ മാത്രം സമരം ചെയ്യുന്ന സ്ഥലത്ത് ഒരു ടാർപോളിൻ വിളിച്ചു കെട്ടിയത് മഹാ അപരാധമാണെന്നാണോ CITUവിന്റെ വാദം? ഞാൻ പറഞ്ഞില്ലല്ലോ, സമരം ചെയ്യേണ്ടി വരും, ടാർപ്പാളിൻ കെട്ടേണ്ടി വരും, ചിലപ്പോൾ കസേരയിടേണ്ടി വരും, ചിലപ്പോൾ നിയമലംഘനം നടത്തേണ്ടി വരും. സ്വാഭാവികമായിട്ടും തർക്കമൊന്നുമില്ല. തൊഴിലാളികളുടെ അവകാശങ്ങൾക്ക് വേണ്ടി കോടതി പറയുന്ന പോലെ ഒന്നും ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ബോർഡുകൾ വയ്ക്കേണ്ടി വരും. കോടതി പറയുന്നില്ലേ ബോർഡ് വയ്ക്കാൻ പാടില്ല, അത് ചെയ്യാൻ പാടില്ല, ഇത് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നില്ലേ? അങ്ങനെയൊന്നും സമരം ചെയ്യാൻ പറ്റുന്നതല്ല. അല്ല, ആ ടാർപോളിൻ അഴിച്ച നടപടി ശരിയായിരുന്നു എന്നതാണ് ചോദ്യം. അതാണ് ബിന്ദു ആവർത്തിച്ച് ചോദിക്കുന്നത്. ആ ടാർപോളിൻ അടിച്ചില്ലായിരുന്നെങ്കിൽ അങ്ങനെ ഒരു ദൃശ്യം വരില്ലല്ലോ. ഇതേപോലെ സുരേഷ് ഗോപിക്ക് വന്ന് കൊട കൊണ്ട് കൊടുക്കേണ്ടി വരുന്നൊരു സാഹചര്യം ഉണ്ടാവില്ലല്ലോ. അതിൽ ഞാൻ ഉത്തരം പറയുന്നില്ല, അത് അവർ തന്നെ പറയേണ്ടത്. ഞാനത് ഒരു പ്രാവശ്യം പറഞ്ഞല്ലോ. ആരാണെങ്കിലും CITU ആണെങ്കിലും INTUC ആണെങ്കിലും ഇനി കോൺഗ്രസ് ആണെങ്കിലും BJP ആണെങ്കിലും SUC ആണെങ്കിലും സമരം ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള ക്രമീകരണം നടത്താൻ അവർക്ക് അവകാശമുണ്ട്. അത് നിയമവിരുദ്ധമാണോ നിയമവിധേയമാണോ എന്ന് നോക്കിയിട്ടൊന്നുമില്ല തൊഴിലാളികൾ ചിലപ്പോൾ സമരം ചെയ്യുന്നത്. ശരി, അപ്പോൾ പ്രതിനിധി ബിന്ദു MA ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി എന്നിവരാണ് നമുക്കൊപ്പം. ഞാൻ ഷാജി രാഘവനിലേക്ക് വരാം. അതിനു മുമ്പ് ശ്രീ KN ഗോപിനാഥ് ഒരു വ്യക്തത വരുത്താൻ വേണ്ടിയാണ്. 2021 പ്രകടന പത്രിക അത് നമ്മുടെ കയ്യിലുണ്ട്. അതിലെ 46ാമത്തെ ഭാഗം വാണിജ്യ മേഖല എന്ന തലക്കെട്ടിൽ വാണിജ്യ മിഷൻ പൂർണ്ണമായും പ്രവർത്തനക്ഷമമാക്കും, പൈതൃക കമ്പോളങ്ങളെ നവീകരിക്കുമെന്ന് തുടങ്ങി ആ ഭാഗത്തിന് തൊട്ടു മുമ്പ് സാമൂഹ്യ സുരക്ഷയുണ്ട്. 45ാമത്തെ തലക്കെട്ടാണ്. അതിൽ സാമൂഹ്യ പെൻഷനുകൾ ഘട്ടം ഘട്ടമായി 2500 രൂപയായി ഉയർത്തും. അങ്കണവാടി, ആശാവർക്കർ, റിസോഴ്സ് അധ്യാപകർ, പാചകത്തൊഴിലാളികൾ, കുടുംബശ്രീ ജീവനക്കാർ, പ്രീ പ്രൈമറി അധ്യാപകർ, NHM ജീവനക്കാർ, സ്കൂൾ സോഷ്യൽ കൗൺസിലർമാർ തുടങ്ങി എല്ലാ സ്കീം വർക്കേഴ്സിൻ്റെയും ആനുകൂല്യങ്ങൾ കാലോചിതമായി ഉയർത്തും. അടുത്ത വാചകം, മിനിമം കൂലി 700 രൂപയാക്കും. അപ്പോൾ പ്രകടന പത്രികയിൽ ഇത് പറഞ്ഞിട്ടുണ്ട്. സ്കീം വർക്കേഴ്സിൻ്റെ ആനുകൂല്യങ്ങൾ ഉയർത്തും, മിനിമം കൂലി 700 രൂപയാക്കും എന്നുള്ളത് 45ാമത്തെ പാരഗ്രാഫിൽ പറയുന്നതാണ് സാമൂഹ്യ സുരക്ഷയുടെ തലക്കെട്ടിൽ. അരുൺകുമാറെ, ഞാനും എന്താ പറഞ്ഞത്? മിനിമം കൂലി 700 രൂപയാക്കും എന്നുള്ളത് കേരളത്തിലെ തൊഴിൽ നയത്തിൽ പ്രഖ്യാപിച്ച കാര്യം മാനിഫെസ്റ്റോയിൽ വീണ്ടും എടുത്തു പറഞ്ഞിട്ടുണ്ട്. കാരണം 700 രൂപ അല്ലെങ്കിൽ 735 രൂപ 40 രൂപ എന്നുള്ളത് 21,000ൻ്റെ ഡിവിഷനാണ്. അത് എല്ലാ സ്ഥലത്തും നടപ്പായിട്ടില്ല. ഈവൻ ചില കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ, സംസ്ഥാന പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ പോലും ചില സ്ഥലത്ത് നടപ്പായിട്ടില്ല. കൂലി കുറവാണ്.
അതുകൊണ്ട് തൊഴിൽ നയത്തിൽ പ്രഖ്യാപിച്ചത് മാനിഫെസ്റ്റോയിൽ വീണ്ടും LDF ഗവൺമെൻറ് വന്നാൽ അത് ചെയ്യുമെന്ന് പറഞ്ഞിരിക്കുന്നു. അതുകൂടാതെ ഒരുപാട് ഒരു ഗ്രൂപ്പ് ഓഫ് വർക്കേഴ്സ് എന്നുള്ള നിലയിൽ ആശാ, അംഗൻവാടി, മിഡ് ഡേ മീൽ ഇങ്ങനെ എല്ലാവരുടെയും കൂലി എന്ന് പറയുന്നത് ഇൻസെൻറ്റീവ് ഉണ്ട്, ഓണറി ഉണ്ട്, ഇതെല്ലാം കൂടി ചേർന്ന് അവരുടെ കൂലി, ആ കൂലി ഘട്ടം ഘട്ടമായി ഉയർത്തുമെന്നാണ് പറഞ്ഞത്. അങ്ങനെ ഉയർത്താനേ വകുപ്പുള്ളൂ. കാരണം മിനിമം വേജ് അവിടെ ഡിക്ലെയർ ചെയ്തിട്ടില്ല ഇവർക്ക്. കേന്ദ്ര ഗവൺമെന്റ് അവരെ തൊഴിലാളി എന്നുള്ള നിലയിൽ, സ്കീം എന്നുള്ള നിലയിലുള്ള ഇതിന് മാറ്റം വരുത്തിയിട്ടില്ല. 700 രൂപ മിനിമം വേജ് ആക്കുമെന്ന് സാങ്കേതിക പ്രശ്നമായി സംസ്ഥാന സർക്കാർ ഇന്ന് ചൂണ്ടിക്കാട്ടിയതും ഇന്നും ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് സഭയിൽ പറയാൻ ശ്രമിച്ചതും NHMന്റെ ഭാഗമായി സർക്കാരിന് കൊടുക്കാനുള്ള 100 കോടി രൂപ കുടിശ്ശികയാണ് എന്ന് ഇന്ന് വീണ ജോർജ് പറയുന്നു. ഇപ്പോൾ CITU പ്രതിനിധി അടക്കം ഇടതുപക്ഷത്തിൻ്റെ സ്ഥിരമായിട്ടുള്ള ആരോപണം എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരാണ്, ഇതൊരു കേന്ദ്ര സ്കീം ആയതുകൊണ്ട് ഓണറേറിയം ഉയർത്തണമെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് ഇൻസെൻറ്റീവ് ഉയർത്തണമെങ്കിലും അതിൻ്റെ ഉത്തരവാദിത്വം നിങ്ങൾക്ക് കൂടിയുണ്ട്. ഈ രാജ്യത്ത് ഏറ്റവും കൂടുതൽ ഓണറേറിയം സ്റ്റേറ്റിൻ്റെ വിഹിതമായി നൽകുന്നത് കേരളമാണ് എന്നാണ് ഇന്ന് വീണ ജോർജ് ആരോഗ്യവകുപ്പ് മന്ത്രി നിയമസഭയിൽ പറഞ്ഞത്. സിക്കിം എന്നായിരുന്നു എൻ്റെയും ധാരണ. പക്ഷേ ഇന്ന് വീണ ജോർജ് പറഞ്ഞത് സിക്കിം പോലും 6000 രൂപ മാത്രമേ കൊടുക്കുന്നുള്ളൂ. 676 അംഗൻവാടി ആശാവർക്കർ പ്രവർത്തകർ മാത്രമേ അവിടെയുള്ളൂ. അവിടെ പോലും കേവലം 6000 രൂപ മാത്രമാണെങ്കിൽ കേരളമാണ് ഇന്ത്യയിൽ തന്നെ 1ാം സ്ഥാനത്ത് നിൽക്കുന്നതെങ്കിൽ ഇനി ഈ കാര്യത്തിൽ കേരളമാണോ കൂട്ടേണ്ടത്? കേവലം 1800 രൂപ മാത്രം ഇൻസെൻറ്റീവിൻ്റെ 60% ഷെയറായി കൊടുക്കുന്ന കേന്ദ്രമാണോ കൂട്ടേണ്ടത്? ശ്രീ ഷാജി രാഘവൻ. ഡോക്ടർ അരുൺ, കേരളത്തിൻ്റെ ആരോഗ്യമന്ത്രി പച്ചക്കള്ളമാണ് നിയമസഭയിൽ പറഞ്ഞത്. അത്ഭുതം തോന്നുകയാണ്. എങ്ങനെ ഒരു മന്ത്രിക്ക് ഈ അവകാശ ലംഘനത്തിനൊരു നോട്ടീസ് പോലും കോൺഗ്രസിൻ്റെ ആ MLA കൊടുക്കുന്നില്ല എന്നുള്ളത് അത്ഭുതത്തോടു കൂടിയാണ് ഞങ്ങൾ നോക്കിക്കാണുന്നത്. ഇന്ന് കേന്ദ്രമന്ത്രി നഡ്ഡാജി അദ്ദേഹം ശ്രീ സുരേഷ് ഗോപി കണ്ട സമയത്ത് വീണ്ടും അത് ആവർത്തിച്ചിട്ടുണ്ട്. നമ്മൾ മനസ്സിലാക്കണം, കേന്ദ്രമന്ത്രി ആധികാരികമായിട്ട് ഇന്ന് വൈകുന്നേരം പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞത്? ഈ നടപ്പ് സാമ്പത്തിക വർഷത്തിൽ കേരളത്തിന് കൊടുക്കേണ്ട വിഹിതം കൊടുത്തു എന്ന് മാത്രമല്ല 120 കോടി രൂപ അഡീഷണൽ കൊടുത്തു, അധികമായി കൊടുത്തു. ഞാൻ ചോദിക്കട്ടെ, തൻ്റെ ഇടം ഉണ്ടോ അതൊന്ന് ചോദ്യം ചെയ്യാൻ? അതല്ലേ ഇവർ ചെയ്യേണ്ടത്? എങ്ങനെ നിയമസഭയിൽ, കേരളത്തിൻ്റെ നിയമസഭയിലല്ലാതെ വേറെ എവിടെ സാധിക്കും? ഒരു ആരോഗ്യമന്ത്രി തെറ്റിദ്ധരിപ്പിക്കുകയാണ്. ഞാൻ വളരെ വിശദമായിട്ട് പറയാം. UPAയുടെ തന്നെ ഒരു MP കേരളത്തിൽ നിന്നുണ്ടല്ലോ, നമുക്കറിയാം, നമ്മുടെ കൊല്ലത്തു നിന്നുള്ള MP. അദ്ദേഹത്തിൻ്റെ ചോദ്യത്തിന് മറുപടിയായി കേന്ദ്ര ആരോഗ്യ സഹമന്ത്രി ശ്രീ പ്രതാപ് റാവു ജാദവ്, ശ്രീ പ്രേമേന്ദ്രൻ്റെ ചോദ്യം ഇതായിരുന്നു: ദേശീയ ആരോഗ്യ മിഷൻ കേന്ദ്രവിഹിതം കേരളത്തിന് അനുവദിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ 2023, 2024, 2024-25 വർഷങ്ങളിൽ കേരളത്തിന് അനുവദിച്ച തുകയുടെ വിശദാംശങ്ങൾ വർഷം തിരിച്ച് നൽകാമോ? ഇതായിരുന്നു ചോദ്യം. ഈ കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് സാർ, മുമ്പൊന്നുമല്ല, ഈ കഴിഞ്ഞ പാർലമെൻറ്റിൽ തന്നെയാണ്. അതിന് മറുപടി വന്നിട്ടുണ്ട്. ആ മറുപടി എന്ന് പറയുന്നത് 2023-24 അതേപോലെ തന്നെ 2024-25 ഈ നടപ്പ് വർഷവും, പ്രത്യേകിച്ച് ഈ 2024-25 നടപ്പ് വർഷത്തിൽ കേന്ദ്രവിഹിതമായ 913.24 കോടിയിൽ 815.73 കോടി രൂപ നൽകിയിട്ടുണ്ട്. ഈ സാമ്പത്തിക വർഷം തന്നെ കഴിഞ്ഞ വർഷത്തെ ബാലൻസ് ആയിട്ടുള്ള 2023-24 189.15 കോടി കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ വിശദാംശങ്ങൾ ഞാൻ പറയാം. അപ്പോൾ സ്വാഭാവികമായിട്ടും ഡോക്ടർ അരുണിനും ചർച്ചയിൽ പങ്കെടുക്കുന്നവർക്കും ഈ ചർച്ച കേൾക്കുന്നവർക്കും ഒരു ധാരണാപശം ഉണ്ടാവാം. കാരണം ആരോഗ്യമന്ത്രി പറഞ്ഞത് 100 കോടി ശരിയാണ്. ഈ കണക്ക് പ്രകാരം 97 കോടിയുടെ ഇവിടെ കേരളത്തിന് കിട്ടേണ്ടതായിട്ടുണ്ടെന്ന് വേണേൽ വ്യാഖ്യാനിക്കാം. പക്ഷേ കേരളത്തിൻ്റെ ആരോഗ്യമന്ത്രി കേരളത്തിൻ്റെ നിയമസഭയിൽ കഴിഞ്ഞ ആഴ്ച ഈ പ്രസ്താവന നടത്തുന്നതിന് മുമ്പ് പ്രേമേന്ദ്രന് മറുപടി കിട്ടിയതിന് ശേഷം ഫെബ്രുവരി 12-ാം തീയതി, ഇത് ഫെബ്രുവരി 7-ാം തീയതിയാണ്, ഫെബ്രുവരി 12-ാം തീയതി നമ്മൾ മനസ്സിലാക്കണം ബാലൻസ് തുകയും കേന്ദ്രം കേരളത്തിന് കൊടുത്തിട്ടുണ്ട്. ഇതറിയാത്ത ആളാണോ കേരളത്തിൻ്റെ ആരോഗ്യമന്ത്രി? ഇന്ന് ഇതുകൂടാതെ തന്നെ 120 കോടി രൂപ അധികം കൊടുത്തിട്ടുണ്ട്. ഇത് കേന്ദ്രത്തിൻ്റെ ആരോഗ്യമന്ത്രി ഇന്ന് വളരെ കൃത്യമായി അടിവരയിട്ടുകൊണ്ട് പറയുകയും കേരളത്തിൽ നിന്നുള്ള UPA MPയുടെ ചോദ്യത്തിന് മറുപടിയായി ഈ കാര്യങ്ങൾ സൂചിപ്പിക്കുമ്പോൾ, ഈ വസ്തുതകൾ നിലനിൽക്കുമ്പോൾ ഈ കേരളത്തിൻ്റെ നിയമസഭയിലല്ല ഈ വഷളത്തരം കാണിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ. നമ്മളൊന്ന് മനസ്സിലാക്കണം, 26,000 വരുന്ന ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഈ ആശാ വർക്കർമാർ, അവർക്ക് വേണ്ടിയിട്ട് കഴിഞ്ഞ 23 ദിവസമായി നിയമസഭയുടെ മുമ്പിൽ നടക്കുന്ന ഈ സമരത്തെ, ആ സമരം നടക്കുമ്പോൾ ആ ആശാ വർക്കർമാർക്ക് ആശ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ചില നാടകങ്ങളാണ് ഇന്ന് നിയമസഭയിൽ നടന്നിട്ടുള്ളത്. അതല്ലെങ്കിൽ ഒരു ആരോഗ്യമന്ത്രി പച്ചക്കള്ളം നിയമസഭയിൽ പറയുമ്പോൾ
നമ്മൾ കണ്ടു, ഇന്ന് നിയമസഭ പ്രക്ഷുബ്ധമാകുന്നൊക്കെ കണ്ടു. അവിടെ മത്സരം നടക്കുന്നത് നമ്മൾ കണ്ടു. പ്രതിപക്ഷ നേതാവാണോ മറ്റു ചില നേതാക്കന്മാരാണോ അതിശക്തമായി എന്താ പറയുക കണ്ടവിക്ഷോഭം നടത്തിക്കൊണ്ട് ഈ കാര്യങ്ങളെ അവതരിപ്പിക്കുന്നതെന്നുള്ള മത്സരം മാത്രമേ അവിടെ നടക്കുന്നുള്ളൂ. കൃത്യമായി ആശാ വർക്കർമാരുടെ വിഷയം അഡ്രസ്സ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ആ നിയമസഭയിലുണ്ടെങ്കിൽ ഈ ഒരു എന്താ പറയുക ഒരു അടിയന്തര പ്രമേയം കൊണ്ടുവന്ന് അല്ലെങ്കിൽ ആരോഗ്യമന്ത്രി ഈ തരത്തിലുള്ള തെറ്റായ പ്രസ്താവന നടത്തുമ്പോൾ ഒരു അവകാശ ലംഘന നോട്ടീസ് പോലും ഈ മണിക്കൂറിൽ പോലും കൊടുക്കാത്ത പ്രതിപക്ഷമാണ് ഇന്ന് കേരളത്തിലുള്ളത്. ഇത് മനഃപൂർവ്വമായി ഗവൺമെന്റിനില്ല, പാർട്ടിക്ക്. പ്രതിപക്ഷ നേതാവ് ഇത് ഈ ഉത്തരം ഇന്ന് സഭയിൽ പറഞ്ഞിരുന്നു. ആ സഭയിൽ പറഞ്ഞപ്പോൾ വീണ ജോർജ് പറഞ്ഞത് 98 കോടി രൂപ ഇനി ഈ നടപ്പ് സാമ്പത്തിക വർഷം കുടിശ്ശികയുണ്ട് എന്നാണ്. അത് ശരിയുമാണല്ലോ. ഇന്നിപ്പോൾ മാർച്ച് 4-ാം തീയതിയായി. സാർ അല്ലല്ല സാർ, ഞാൻ പറയുന്നത് ഞാൻ കൃത്യം ഡേറ്റ് പറയാമെന്നേ. ഈ വർഷത്തെ ബാക്കി വരുന്ന 97.51 കോടി, അതിന് പകരമായി 120.45 കോടി 2025 ഫെബ്രുവരി 12 കൊടുത്തിട്ടുണ്ട് സാർ കേരളത്തിന്. അതിനുശേഷമാണ് അതായത് ഈ പറയുന്ന ആരോഗ്യമന്ത്രി പ്രസ്താവന നടത്തിയിട്ടുള്ളത്. ഒരു രൂപ പോലും കേന്ദ്ര സർക്കാർ കുടിശ്ശികയായി നൽകാനില്ല എന്നുള്ളത് എനിക്ക് ആ കണക്ക് കിട്ടിയിട്ടില്ല. അതായത് ഫെബ്രുവരി മാസം 12-ാം തീയതി കേന്ദ്ര സർക്കാർ കൊടുത്തു എന്ന് പറയുന്ന ശ്രീ ഷാജി രാഘവൻ അറിവ് മാത്രമേ എനിക്കുള്ളൂ. സാർ ഇന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞിട്ടുണ്ട് സാർ. അങ്ങനെയാണെങ്കിൽ വീണ ജോർജ് നിയമസഭയിൽ നടത്തിയിരിക്കുന്നത് അവകാശ ലംഘനം സൂചിപ്പിച്ചിട്ടുണ്ട്. ഈ അവകാശ ലംഘനത്തിന് നോട്ടീസ് കൊടുക്കാൻ കോൺഗ്രസ് തയ്യാറാവണം, പ്രതിപക്ഷം തയ്യാറാവണം. അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത് ആശാ വർക്കർമാരുടെ സമരത്തിന്റെ കാര്യത്തിൽ ഈ കാട്ടുന്ന കോപ്രായങ്ങളൊക്കെ തന്നെ അവർക്ക് ആശ കൊടുക്കാമെന്നുള്ളതിനപ്പുറം ആത്മാർത്ഥമായ ആ വിഷയം അഡ്രസ് ചെയ്യാൻ തയ്യാറാവുന്നില്ല എന്നുള്ളത്. അങ്ങേക്ക് എന്തെങ്കിലും അറിവുണ്ടോ ഈ വിഷയത്തെക്കുറിച്ച്? അങ്ങ് CATUവിന്റെ പ്രതിനിധിയാണ്, അങ്ങ് CPMന്റെ നേരിട്ടുള്ള പ്രതിനിധിയായിട്ടല്ല ചർച്ചയിൽ പങ്കെടുക്കുന്ന എനിക്കറിയാം. നിയമസഭയിൽ ഇന്ന് വീണ ജോർജ് പറഞ്ഞത് 100 കോടി രൂപ NHMന്റെ കുടിശ്ശികയുണ്ടെന്നാണ്. ഇപ്പോൾ ഷാജി രാഘവൻ ആരോഗ്യവകുപ്പ് മന്ത്രി ഉദ്ധരിച്ചു പറയുന്നത് ഫെബ്രുവരി മാസം 12-ാം തീയതി കൊടുക്കാനുള്ള 97 കോടി രൂപയും കടന്ന് 112 കോടിയോളം രൂപ അധികം കൊടുത്തു എന്നാണ്. അങ്ങനെയാണെങ്കിൽ ഇന്ന് നിയമസഭയിൽ വീണ ജോർജ് ആരോഗ്യവകുപ്പ് മന്ത്രി സഭയെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണ് കേരളത്തെ. അരുൺകുമാറെ, ഏത് കാര്യത്തിനും കേരളത്തിൻ്റെ കടഭാരം ബാധ്യതകൾ കേന്ദ്രം തരാനുള്ളത് എല്ലാ കേന്ദ്രാവിഷ്കൃത പദ്ധതികളിലും 40% 60% സോഷ്യൽ ഓഡിറ്റ് കഴിഞ്ഞിട്ട് ഇപ്പോൾ തരുന്ന രീതി, ഇതെല്ലാം ഫ്ലെക്സിബിൾ അക്കൗണ്ടിങ് സിസ്റ്റമൊക്കെ മാറ്റിയിട്ട് ഏതാണ്ട് 57,500 കോടി രൂപ കേരളത്തിന് മൊത്തം ബാധ്യതയുണ്ട്. 4% നികുതി കിട്ടേണ്ടടുത്ത് 1.9% മാത്രമാണ് ഇപ്പം നൽകുന്നത്. ഇതെല്ലാം കേരള ഗവൺമെന്റിനെ ഒരു തരത്തിലും മുന്നോട്ട് പോകാൻ കഴിയാത്ത കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരിനെ. പക്ഷേ ഇവിടെ ഈ വിഷയത്തിൽ NHMന്റെ കുടിശ്ശികയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടുള്ള സർക്കാരിന്റെ ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ പ്രതിരോധം ഷാജി രാഘവൻ പറഞ്ഞത് ശരിയാണെങ്കിൽ നിലനിൽക്കില്ല. അങ്ങനെയാണെങ്കിൽ കേരളത്തെ കബളിപ്പിക്കുകയായിരുന്നു ആരോഗ്യവകുപ്പ് മന്ത്രി. കേന്ദ്രത്തിന്റെ കുടിശ്ശികയുണ്ട്, അതുകൊണ്ട് ആ കുടിശ്ശികയെങ്കിലും തരണം എന്നുള്ള വാദം പൊളിയുകയാണ്. പച്ചക്കള്ളമാവും അങ്ങനെയാണ്. അല്ല, ഷാജി രാഘവൻ പറഞ്ഞത്, സംസ്ഥാന ആരോഗ്യമന്ത്രി പറഞ്ഞത് കള്ളമാണെന്ന് പറഞ്ഞ പോലെ തന്നെ ഞാൻ പറയുകയാണ്, കേന്ദ്ര ആരോഗ്യമന്ത്രി കേരളത്തെ സംബന്ധിച്ച് പറഞ്ഞത് കള്ളമാണെന്ന് പറഞ്ഞാൽ ഇത് പ്രത്യേക ഒരു അന്വേഷണം വയ്ക്കേണ്ടി വരും. ഏത് ആരോഗ്യമന്ത്രി പറഞ്ഞതാണ് ശരി എന്നുള്ളത്. കേരളം ഏതായാലും ഇത്തരം കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അതൊക്കെ ഒരാൾ 10-ാം തീയതി പാർലമെന്റ് തുടങ്ങുകയല്ലേ, അത് ഞങ്ങൾ ചോദിക്കാം. ഞാൻ പറയട്ടെ അരുൺകുമാർ ഒരു അറിയാമോ, ഒരു ദയനീയ അവസ്ഥ അറിയാമോ? ഈ 77 ലക്ഷം ഞാൻ മനസ്സിലാക്കുന്നത് ഏതാണ്ട് 77 ലക്ഷം രൂപയോളം കേരള ഗവൺമെൻറ് വയനാട് ദുരന്ത സന്ദർഭത്തിൽ പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിനും ക്യാമ്പിനും വേണ്ടി മുടക്കിയിട്ട് ആ മുടക്കിയ കാശ് പോയതല്ലാതെ ഒരു നയാ പൈസ ഇതുവരെ ഒരു 560-39 കോടി രൂപ വായ്പയായിട്ട് അനുവദിച്ചതല്ലാതെ കേരളത്തിന്റെ പുനരധിവാസ പാക്കേജിന് വേണ്ടി എന്തെങ്കിലും അനുവദിച്ചതാണോ കേന്ദ്ര ഗവൺമെന്റ്? നമ്മൾ ഈ വിഷയത്തിൽ ചുരുങ്ങി നിന്നുകൊണ്ട് സംസാരിക്കേണ്ടതുണ്ട്. ഞാൻ ആശാവർക്കറിലേക്ക് കൂടി വരാം. അതിനു മുമ്പ് താങ്കൾ പറഞ്ഞതുപോലെ ഷാജി രാഘവനെ വിഷയം ആഴത്തിൽ പരിശോധിക്കേണ്ടതാണ്. താങ്കൾ ഇന്ന് പറയുന്നത് പോലെ ഇത് കേന്ദ്ര സർക്കാർ കൊടുക്കുകയും സംസ്ഥാന സർക്കാർ കിട്ടിയിട്ടില്ലെന്ന് പറയുകയും ചെയ്യുന്നത് വളരെ നിർഭാഗ്യകരമായ അവസ്ഥയാണ്. ആരാണ് കള്ളം പറയുന്നതെന്ന് വ്യക്തമാകേണ്ടതുണ്ട്. പക്ഷേ താങ്കൾ പറഞ്ഞത് വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ആരോഗ്യവകുപ്പ് മന്ത്രിക്കെതിരെ അവകാശ ലംഘനത്തിന് നോട്ടീസ് നൽകേണ്ടതാണ്. അങ്ങനെ ആരോഗ്യവകുപ്പ് മന്ത്രി സഭയെ തെറ്റിദ്ധരിപ്പിച്ചോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അതവിടെ നിൽക്കട്ടെ. ശരി, ഇനി 100 കോടി കിട്ടിയാലും ഇവരുടെ ഓണറേറിയം ഉയർത്തുക സാധ്യമല്ലല്ലോ. പ്രശ്നം എന്തെന്ന് വെച്ചാൽ ഇപ്പോഴും കേന്ദ്രത്തിൻ്റെ വിഹിതം എത്രയാണ്?
ഞാൻ അങ്ങോട്ട് സ്ട്രെയിറ്റ് ആയിട്ട് ചോദിക്കാം ശ്രീ ഷാജി രാഘവൻ. സ്പ്ലിറ്റ് ഇപ്പോൾ നമ്മുടെ മുന്നിലുണ്ടല്ലോ. ഇപ്പോൾ കേരളത്തിലെ ഈ സ്കീം വർക്കേഴ്സായ അല്ലെങ്കിൽ സ്കീം പ്രവർത്തകരായ ആശാ വർക്കർമാർക്ക് പരമാവധി ലഭിക്കുന്ന 13,200 രൂപയിൽ 1,800 രൂപയല്ലേ നിങ്ങൾ 3,000-ന്റെ 60% എന്ന നിലയിൽ കേന്ദ്രത്തിന് ഇൻസെൻറ്റീവ് കൊടുക്കുക? ബാക്കി 7,000 രൂപയും ഓണറേറിയമായി കൊടുക്കുന്നത് സംസ്ഥാന സർക്കാരാണ്. ഇൻസെൻറ്റീവുകൾ കൂട്ടി നോക്കിയാൽ 9,400 രൂപ സംസ്ഥാന സർക്കാരിൻ്റെ ഖജനാവിൽ നിന്നാണ് ഇൻസെൻറ്റീവ്സും ഓണറേറിയവുമായി ഈ ആശാ വർക്കർമാർക്ക് കൊടുക്കുന്നത്. നിങ്ങൾ കൊടുക്കുന്നത് കേവലം 1,800 രൂപ മാത്രമാണ് കേന്ദ്ര സർക്കാർ. അപ്പോൾ കേന്ദ്ര സ്കീമായ ഈ ആശാ വർക്കർമാരുടെ ഓണറേറിയം അല്ലെങ്കിൽ ഇൻസെൻറ്റീവ്സ് കാലോചിതമായി നിങ്ങൾ പരിഷ്കരിക്കേണ്ടതല്ലേ, കേന്ദ്രം പരിഷ്കരിക്കേണ്ടതല്ലേ എന്നതാണ് ചോദ്യം. ദേശീയ ആരോഗ്യ മിഷൻ്റെ സംസ്ഥാനങ്ങൾക്കുള്ള പദ്ധതി വിഹിതം അതെങ്ങനെയാണ് തയ്യാറാക്കപ്പെടുന്നത്? ആ ഗൈഡ് ലൈൻസ് എൻ്റെ കയ്യിലുണ്ട്, ഞാൻ വേണമെങ്കിൽ അയച്ചു തരാം. വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് സംസ്ഥാനങ്ങളുടെ റിക്വയർമെൻറ്റ്, അവർക്ക് എന്താണ് ആവശ്യം, ഈ ആവശ്യത്തിൻ്റെ ഡീറ്റെയിൽ കേന്ദ്രത്തിന് കൊടുത്തിട്ടാണ് ഒരു വർഷത്തെ വാർഷിക ആകത്തുകയും അതിൻ്റെ കേന്ദ്ര വിഹിതവും സംസ്ഥാന വിഹിതവും ഒക്കെ തീരുമാനിക്കപ്പെടുന്നത്. നടപ്പ് സാമ്പത്തിക വർഷം നമ്മുടെ സംസ്ഥാനവും കേന്ദ്രവും ഒരുമിച്ചിരുന്ന് ആലോചിച്ച ഒരു എമൗണ്ടാണ് ഞാൻ ഈ പറഞ്ഞ 913.24 എന്ന് പറയുന്ന കേന്ദ്ര വിഹിതം. കേരളത്തിൻ്റെ റിക്വയർമെൻറ്റിൻ്റെ 60% ആയിട്ടുള്ള കേന്ദ്ര വിഹിതമാണത്. ഇത് കേന്ദ്രം അടിച്ചേൽപ്പിച്ചതല്ല, കേരളത്തിൻ്റെ റിക്വയർമെൻറ്റ്. അത് എല്ലാ സംസ്ഥാനങ്ങളുടെയും റിക്വയർമെൻറ്റ് ചോദിക്കാനുള്ള ബാധ്യത അവർക്കുണ്ട്. ഇതുകൂടാതെ ആ ഗൈഡ് ലൈൻസിൽ വളരെ കൃത്യമായി പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് സ്റ്റേറ്റ് അല്ലെങ്കിൽ യൂണിയൻ ടെറിട്ടറി ഏരിയ ഇൻ ദെയർ പ്രോഗ്രാം ഇംപ്ലിമെൻറ്റേഷൻ പ്ലാൻസ് have also been given flexibility to provide a range of monetary incentives to the ASHA workers. അതിൻ്റെ അർത്ഥം എന്താ? വളരെ കൃത്യമല്ലേ. അതായത് ഇപ്പം ഒരു ഉദാഹരണം ഞാൻ പറയാം. ഇപ്പം നമ്മൾ സിക്കിം ഇവിടെ ഞാൻ മനസ്സിലാക്കുന്നത് തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട്, ഇന്ന് പലയിടത്തും തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട്. എന്താ, നമ്മുടെ രാജ്യത്ത് ഏറ്റവും കൂടുതൽ ഈ പറയുന്ന വേതനം കൊടുക്കുന്ന സംസ്ഥാനം കേരളമാണെന്ന് ആരോഗ്യമന്ത്രി ഇന്ന് നിയമസഭയിലും പറയുന്നുണ്ട്. വളരെ എൻ്റെ ഈ ഡീറ്റെയിൽ ഉണ്ട് സാർ, ഓരോ സംസ്ഥാനത്തിൻ്റെ എൻ്റെ കൃത്യമായ ഡീറ്റെയിൽസ്. ഡീറ്റെയിൽ എൻ്റെ കയ്യിലുണ്ട്. 6,000 10,000 ആക്കിയിരിക്കുന്നു സിക്കിം. അവിടെ BJP ആണ് അധികാരത്തിലിരിക്കുന്നത്. എന്തിനാ? നമ്മുടെ ആന്ധ്രാപ്രദേശിൽ ആന്ധ്രാപ്രദേശിൽ മാത്രമല്ല, 10,000 രൂപയാക്കി. ശ്രീ ഷാജി രാഘവൻ, ആന്ധ്രാപ്രദേശിൽ കേന്ദ്ര സർക്കാരിന്റെ ഇൻസെന്റീവ് അടക്കമാണ് 10,000. സിക്കിമിൽ ഞാൻ പറഞ്ഞതാണ് 6,000-ൽ നിന്ന് അവർ 10,000 ആക്കിയിരിക്കുന്നു സംസ്ഥാന വിഹിതം. ഇല്ല, കൊടുത്തു തുടങ്ങിയിട്ടില്ല. സിക്കിമിലെ കണക്ക് കൊടുത്തു തുടങ്ങിയിട്ടില്ല എന്നാണ് ഇന്ന് പറഞ്ഞിരിക്കുന്നത്. 2022 ഒരു കൂട്ടണമെന്നൊക്കെ പറഞ്ഞു, പക്ഷേ 6,000-ൽ നിന്ന് 10,000-ലേക്ക്. പക്ഷേ ഇന്നും ആരോഗ്യവകുപ്പ് സെക്രട്ടറി സംസ്ഥാന സർക്കാരിന് കൊടുത്തിരിക്കുന്ന രേഖാമൂലം കൊടുത്തിരിക്കുന്ന മറുപടിയിൽ 6,000 രൂപ എന്നാണ് കൊടുത്തിരിക്കുന്നത്. സിക്കിമിലെ സംസ്ഥാന സർക്കാരിന്റെ ആരോഗ്യവകുപ്പ് സെക്രട്ടറി വിശ്വസിക്കണ്ടേ? പാർലമെന്റിലെ ചോദ്യത്തിന് മറുപടിയായി പാർലമെൻറ്റിൻ്റെ മറുപടിയായിട്ട് വന്നിട്ടുള്ള അതിൻ്റെ ഡീറ്റെയിൽസ് എൻ്റെ കയ്യിലുണ്ട്. അതിൽ കൃത്യമായി ഈ പറയുന്ന സിക്കിം എന്ന് പറയുന്ന സംസ്ഥാനം 6,000-ൽ നിന്നും 10,000 രൂപയാക്കി വർദ്ധിപ്പിച്ചു എന്നുള്ളത് വളരെ കൃത്യമായി പറഞ്ഞിരിക്കുന്നു. ആരോഗ്യമന്ത്രി JP നഡ്ഡയുടെ കീഴിലല്ലേ? അയച്ചു തരാം. അവരുടെ വെബ്സൈറ്റിൽ കൃത്യമായിട്ട് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. വെബ്സൈറ്റില് ഗുജറാത്തില് 2,000, ഉത്തർപ്രദേശില് 2,000. ഞാൻ ചോദിക്കുന്ന പാർലമെന്റിലെ ഒരു MP ചോദിച്ച ചോദ്യത്തിന് മറുപടി എന്ന് പറയുന്നതിന് ഒരു ആധികാരികതയില്ലെന്നാണ്. നാഷണൽ ഹെൽത്ത് മിഷന്റെ പോർട്ടലിൽ ഈ കണക്കുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. മാത്രമല്ല, ഇന്നിപ്പോൾ ആരോഗ്യവകുപ്പ് മന്ത്രി നിയമസഭയിൽ കൊടുത്ത രേഖയല്ലേ, ആ നിയമസഭയിൽ പറഞ്ഞിരിക്കുന്ന കാര്യമല്ലേ, സിക്കിം സർക്കാരിന്റെ ആരോഗ്യവകുപ്പ് സെക്രട്ടറി കൊടുത്തിരിക്കുന്ന രേഖയെ നമ്മൾ അവിശ്വസിക്കേണ്ടതുണ്ടോ ഷാജി രാഘവൻ? സിക്കിമിൽ കൊടുക്കുന്ന പൈസ 6,000 ഉള്ളൂ എന്നാണ്. സാർ ഒറ്റ സെക്കൻഡ് ഞാൻ പറയാം. സിക്കിം മന്ത്ലി ഫിക്സഡ് ഓണറേറിയം of ₹6,000 disburses from state fund. Recently, the government of Sikkim announces hike in fixed honorarium from 6,000 to ₹10,000. ഇത് പാർലമെന്റിൽ കൊടുത്തിരിക്കുന്ന മറുപടിയാണ് സാർ. കൊടുത്തിരിക്കുന്ന മറുപടിയാണ് പാർലമെന്റിൽ കൊടുത്തിരിക്കുന്ന മറുപടി. ഇത് കേരള നിയമസഭയല്ല, പാർലമെന്റ് കൊടുത്തു തുടങ്ങിയിട്ടില്ല എന്നാണ് ആരോഗ്യവകുപ്പ് മന്ത്രി പറഞ്ഞിരിക്കുന്നത്.
അത് കറക്റ്റാ. കേരളത്തിൽ ഈ പറയുന്ന അങ്ങനെ വരുമ്പോഴും ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇനി സിക്കിം 10,000 കൊടുത്തു എന്ന് കരുതിക്കൊള്ളൂ, അപ്പോഴും 7,000-മായി കേരളമാണ് തൊട്ടുപിന്നിൽ. അപ്പോഴും കേരളവുമാണ് തൊട്ടുപിന്നിൽ. വീടിനടുത്ത് ഉരുളരുത്. കേരളത്തിലെ പ്രശ്നം എന്താ? നിങ്ങൾ വീടിനടുത്ത് ഉരുളണ്ട. കേരളത്തിലെ പ്രശ്നം എന്താ? സമരം ചെയ്യുന്നവരോട് അത് ചോദിക്കാൻ പോലും നിങ്ങൾക്ക് അർഹതയില്ലെന്ന് ഈ ഗവൺമെന്റ് പറയുന്നു. അതാണല്ലോ ഇവിടുത്തെ പ്രശ്നം. നിങ്ങൾ സിക്കിം സമ്മതിച്ചല്ലോ, അത് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. നിർത്തണോ എന്നാണ് ചോദ്യം. ആർക്കാണ് പിടിവാശി എന്നാണ് ചോദ്യം. കെ എൻ ഗോപിനാഥ്, CITU പ്രതിനിധി, ഷാജി രാഘവൻ BJP പ്രതിനിധി, ബിന്ദു MA ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി എന്നിവരാണ്. ബിന്ദു MA, കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും കണക്കുകൾ കൊണ്ട് കളിക്കുകയാണ്. എന്നാൽ പൊരുത്തപ്പെടാനാവാത്ത ഒരു കണക്ക് നിങ്ങളുടെ വീട്ടിലെ ചെലവും ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന പരമാവധി 13,200 രൂപ, 10,000-നും 13,000-നും ഇടയ്ക്ക് കിട്ടുന്നവരുടെ എണ്ണം 95%-ലും കൂടുതലാണെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി പറയുന്നു. 21,000-ത്തിലധികം ആളുകൾക്ക് കിട്ടാറുണ്ട് എന്ന് കണക്കുകൾ പറയുന്നു. പക്ഷേ അത് വർദ്ധിപ്പിക്കണമെന്നുള്ള ന്യായമായ ആവശ്യം പോലും കേന്ദ്ര സർക്കാരോ സംസ്ഥാന സർക്കാരോ പരിഗണിക്കുന്നില്ലെന്ന് മാത്രമല്ല സമരരീതിയെ കൂടി അടച്ചാക്ഷേപിക്കുന്നു എന്നതാണ് നിങ്ങൾ നടത്തുന്ന സമരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. ഇനി ഈ സമരം മുന്നോട്ട് എങ്ങനെ കൊണ്ടുപോകാനാണ് നിങ്ങൾ ആലോചിക്കുന്നത്? ഈ സമരം മുന്നോട്ട് പോകുമ്പോൾ കേന്ദ്ര സർക്കാർ ഇതുവരെ കൊടുത്തത് അതേ രീതിയിൽ കൊടുക്കുന്നു എന്നതിനും അപ്പുറത്തേക്ക് ഒരു വാഗ്ദാനവും നൽകുന്നില്ല. സംസ്ഥാന സർക്കാരും അത് പരിഗണിക്കുന്ന ഒരു നീക്കത്തിലേക്കില്ല. ബിന്ദു MA. ഡോക്ടർ അരുൺകുമാറിനോട് ആദ്യമേ എനിക്കുള്ളൊരു റിക്വസ്റ്റ്, ഈ ചർച്ച തുടങ്ങിയിട്ട് ഇപ്പോൾ ഏകദേശം 1 മണിക്കൂർ തീരാൻ പോവുകയാണ്. അതിനിടയിൽ ഞാനൊരു 5 മിനിറ്റോ 7 മിനിറ്റോ ആണ് സംസാരിച്ചിട്ടുള്ളത്. ഞാൻ സംസാരിക്കുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കയറി ഇടപെടരുത്. എനിക്ക് പറയാനുള്ള കാര്യം പറയാൻ സമയം തരുവാണെങ്കിൽ ഞാൻ സംസാരിക്കാം. ഇവിടെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വേറെ ഏത് സ്റ്റേറ്റിൽ എന്ത് കൊടുക്കുന്നു എന്നുള്ളത് ഞങ്ങളുടെ പരിഗണനാ വിഷയമല്ല. എന്തിനു ഞങ്ങൾ പരിഗണിക്കണം? മറ്റ് സ്റ്റേറ്റിൽ കൂടുതൽ വേണമെങ്കിൽ ആ സ്റ്റേറ്റുള്ളവർ, അവിടെ വല്ല തൊഴിലാളി വർഗ്ഗ ബോധമുള്ളവരും ഉണ്ടെങ്കിൽ, പണിയെടുക്കുന്നതിനോടൊപ്പം നിൽക്കുന്നവരുണ്ടെങ്കിൽ അവരവിടെ സമരം ചെയ്ത് വാങ്ങിക്കും. മറ്റുള്ള സ്റ്റേറ്റിൽ ആളുകൾ സമരം ചെയ്ത് വാങ്ങിച്ചില്ല എന്നുള്ളതുകൊണ്ട് ഇവിടെ ഞങ്ങൾ സമരം ചെയ്ത് വാങ്ങിക്കേണ്ടതെന്ന് പറയുന്നത് എന്ത് ന്യായമാണിത്? ഇവിടെ 114 വർഷത്തിന് മുമ്പേ ഇവിടെ അധസ്ഥിതനും പിന്നോക്കക്കാരനും മറ്റ് സംസ്ഥാനങ്ങളിൽ പാടത്ത് മണ്ണിൽ കിടന്നുകൊണ്ടിരുന്ന സമയത്ത് ഇവിടെ പിന്നോക്കക്കാരന് വിദ്യാഭ്യാസം വേണം, പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം വേണം എന്ന് പറഞ്ഞാൽ പെൺപിള്ളേരുടെ കൈയും പിടിച്ചുകൊണ്ട് ഇവിടെ രാജാവ് ഉണ്ടോണ്ടിരുന്ന വയൽ അവിടെ തരിച്ചിട്ട ആ സമരം നടത്തിയ ചരിത്രമുള്ള മണ്ണാണ്. ആ മണ്ണിൽ ചവിട്ടിയുന്നതുകൊണ്ടാണ് ഇന്ന് സെക്രട്ടേറിയറ്റിന് മുന്നിൽ വന്ന് നിൽക്കുന്നത്. അല്ലാതെ ഇവിടെ ഒരു രാഷ്ട്രീയ പാർട്ടിക്കാർ ഔദാര്യമായിട്ട് തന്നൊന്നുമല്ല. വില്ലുവണ്ടി യാത്ര നടത്തി പോയതേ അതിൻ്റെ ചരിത്രമൊക്കെ ഉള്ള മണ്ണാണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ആരും ഔദാര്യം തന്നതല്ല സെക്രട്ടേറിയറ്റിന് മുന്നിൽ വന്ന് കിടക്കാനുള്ള അവകാശം. അതിനൊക്കെ ഇവിടെ കുറേ നൂറ്റാണ്ടുകളുടെ പോരാട്ടത്തിൻ്റെ പാരമ്പര്യമുണ്ട്. ആ പാരമ്പര്യമുള്ള ചരിത്രത്തിൻ്റെ മണ്ണിൽ നിന്ന് ഞങ്ങൾക്ക് സൗകര്യമില്ല 232 രൂപയ്ക്ക് പണിയെടുക്കാൻ. എന്ത് പറയും നിങ്ങൾ? ഞങ്ങൾ ചെയ്യുന്ന പണിക്ക് ന്യായമായ കൂലി വരണം. ആന്ധ്രാപ്രദേശിലും അരുണാചൽ പ്രദേശിലും സിക്കിമിലും ഇല്ലെങ്കിൽ അവിടുത്തെ ആളുകൾ പോയി ചോദിച്ചു വാങ്ങിക്കണം. ഈ പ്രസ്ഥാനങ്ങളുണ്ടെങ്കിൽ പോയി ചോദിച്ചു വാങ്ങിക്കണം. എന്തിനാണ് പിന്നെ ഹരിയാനയിൽ 26,000 രൂപ ചോദിക്കുന്നത്? ഞാനൊരു പത്രവാർത്ത വായിച്ചേപ്പിക്കാം. അതിൻ്റെ ഇടയ്ക്ക് കയറി പറയരുതെന്നുള്ളൊരു റിക്വസ്റ്റ് ഉണ്ട്. അതായത് 2014 ഡിസംബർ മാസത്തിൽ 16-ാം തീയതി ദേശാഭിമാനി പത്രത്തിൽ വന്ന വാർത്ത ഞാൻ വായിച്ചേൽപ്പിക്കാം. കേരളത്തിൽ പണിയെടുക്കുന്ന ആശമാർക്ക് മാന്യമായ വേതനം നൽകാൻ ഈ സർക്കാരിന് ബാധ്യതയുണ്ട്. ഓണറേറിയം 10,000 രൂപയാക്കി വർദ്ധിപ്പിക്കുകയും അത് അതാത് മാസം ആശാവർക്കർമാരുടെ കയ്യിലെത്തിക്കും വിധം സർക്കാർ നടപടി സ്വീകരിക്കുകയും ചെയ്യണമെന്ന് പറഞ്ഞ ദേശാഭിമാനിയാണ്. 2014 10,000 രൂപ ചോദിച്ച് ഈ സർക്കാരിന് മുന്നിൽ 10 ദിവസം രാപ്പകൽ സമരം നടത്താമെങ്കിൽ ഇന്ന് 2025 എത്തുമ്പോൾ ഇവിടെ ജീവിത ചെലവുകൾ ഇത്രയും വർദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾക്ക് 21,000 രൂപ ചോദിക്കാനുള്ള അവകാശമില്ലേ? എളമരം കരീം സഖാവ് ഈ 2014 ഡിസംബർ 8-ാം തീയതി നിയമസഭയിൽ ചോദിച്ച ഒരു ചോദ്യമുണ്ട്. ഇവിടെ കിടക്കുന്ന സമരം ചെയ്യുന്ന 10 ദിവസമായിട്ട് രാപ്പകൽ സമരം നടത്തുന്ന CITUവിൻ്റെ നേതൃത്വത്തിൽ അത് പരിഹരിക്കണം. അന്ന് ശിവകുമാർ പറഞ്ഞ മറുപടിയുണ്ട്. ഇതൊക്കെ രേഖകൾ ഞങ്ങളുടെ കയ്യിലുണ്ട്. അവർ CITU സമരം നടത്തുമ്പോഴേ അത് വലിയ സമരമാകത്തുള്ളൂ. വേറെ ആരും സമരം നടത്തിയാൽ സമരമാകത്തില്ല എന്ന് പറയുന്ന രീതി എന്താണ്? ഇതെന്ത് രീതിയാണ്? ആരോടാണ് പറയുന്നത്? കേരളത്തിലിരുന്നാണ് പറയുന്നത്. നിങ്ങൾ പോയി ഗുജറാത്തിലോ മധ്യപ്രദേശിലോ ഉത്തർപ്രദേശിലോ അല്ല പറയുന്നത്, കേരളത്തിലിരുന്നാണ് പറയുന്നത്. 103 വർഷങ്ങൾക്ക് മുമ്പ് ശ്രീനാരായണ ഗുരു പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടുത്തെ തൊഴിലാളിക്ക് വേണ്ടി തൊഴിലാളി സംഘടന ഉണ്ടാക്കിയ വാടപ്പുറം ബാവയുടെ നാട്ടിലിരുന്നുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഞങ്ങൾ സംഘടനാ പ്രവർത്തനം നടത്തുന്നതും അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് സമരം ചെയ്യുന്നത്. ഏതെങ്കിലും സ്റ്റേറ്റ് കുറവുണ്ടെങ്കിൽ അത് ആ സ്റ്റേറ്റിലെ ആളുകൾ ചോദിച്ച് വാങ്ങിക്കണം. പിന്നെ ഇവരങ്ങ് വലിയ 21,000 പേരും
ചുമന്നുകൊണ്ട് നടക്കുന്ന സംഘടനയാണല്ലോ. കേന്ദ്ര ഗവൺമെന്റ് തരുന്നില്ലെങ്കിൽ അവിടെ പോയിരുന്ന് സമരം ചെയ്യും. എന്തിനാണ് ഞങ്ങളോട് പറയുന്നത്? ഞങ്ങൾക്കിപ്പോൾ സൗകര്യം ഇവിടെ ഇരുന്ന് സമരം ചെയ്ത് ഇവിടെ ഓണറേറിയം തരേണ്ടെന്ന് സർക്കാർ തരണമെന്ന് ആവശ്യപ്പെടാനാണ്. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെയൊന്നും പറഞ്ഞ് ഈ കണക്കിലെ കളി, ഞങ്ങൾക്ക് കണക്കിലെ കളിയൊന്നും കേൾക്കണ്ടെന്നേ. ഇവിടെ ഡോക്ടർ അരുൺകുമാർ പറഞ്ഞ കണക്ക് ഞങ്ങളുടെ ജീവിതം കൂട്ടിമുട്ടുന്നില്ല. 232 രൂപയ്ക്ക് ഞങ്ങൾക്ക് ജീവിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് കൂട്ടിത്തരണം. 2014 ഞങ്ങൾക്ക് സമരത്തിന്റെ മാതൃക കാണിച്ചത് CITU ആണ്. CITU 10 ദിവസം രാപ്പകൽ സമരം നടത്തി. അത് പരിഹരിക്കണമെന്ന് നിയമസഭയിൽ പറഞ്ഞു. ദേശാഭിമാനിയിൽ ലേഖനം എഴുതി. ഞങ്ങൾക്ക് കാണിച്ചെന്ന് CITU ആണ്. ഞങ്ങൾ ആ പാത തുടരുകയാണ്. ഇപ്പോൾ ഹരിയാനയിൽ സഖാവ് സിന്ധു അടക്കമുള്ള ആളുകൾ 60 ദിവസം രാപ്പകൽ സമരം നടത്തി. എന്തിനു വേണ്ടിയാണ്? 26,000 രൂപ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട്. അതാരോടാണ് ആവശ്യപ്പെട്ടത്? കേന്ദ്ര ഗവൺമെന്റിനോടാണ്. ഹരിയാനയിൽ നിന്ന് ഡൽഹിയിലേക്ക് എത്ര ദൂരമുണ്ട്? സഖാവ് സിന്ധു ഈ 21,000 പേര് കേരളത്തിലെ ഉൾപ്പെടെ മറ്റ് സ്റ്റേറ്റിലുള്ള ആളുകളെല്ലാം കൂടെ വിളിച്ചുകൊണ്ട് അങ്ങോട്ട് പോയാൽ മതിയായിരുന്നല്ലോ. കേന്ദ്ര ഗവൺമെന്റ് തരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് എന്താ പോകാതിരുന്നത്? ഇപ്പം നമ്മളിവിടെ 21,000 രൂപ ഓണറേറിയം വാങ്ങിക്കുമ്പോൾ ചോദിക്കുമ്പോൾ കേന്ദ്ര ഗവൺമെന്റിന്റെ അടുത്ത് പോകാൻ പറയുന്നത് ഇതെന്ത് ന്യായമാണ്? ശരി, ഞാനൊന്ന് കെ എൻ ഗോപിനാഥിലേക്ക് പോയിരാം. താങ്കൾ ചോദിച്ച ചോദ്യങ്ങളുടെ മറുപടി സമയത്തിന് പരിമിതി ഉള്ളത് കൊണ്ടാണ് ബിന്ദു. കെ എൻ ഗോപിനാഥ്, നിങ്ങൾ കാണിച്ചു കൊടുത്ത വഴിയിലാണ് ഇന്ന് ആശാ വർക്കേഴ്സ് അസോസിയേഷൻ സമരത്തിലേക്ക് വരുന്നത്. ആ സമരത്തെ പൂർണ്ണമായും പിന്തുണയ്ക്കേണ്ട ഉത്തരവാദിത്വം നിങ്ങൾക്കുണ്ട്. നിങ്ങളത് എന്തുകൊണ്ട് ചെയ്യുന്നില്ല? ഒന്നുകിൽ നിങ്ങൾ 2014 കൊടുത്ത സ്റ്റേറ്റ്മെന്റ് പിൻവലിക്കണം. 10,000 രൂപയായിട്ട് ഓണറേറിയം വർദ്ധിപ്പിക്കണം, അത് അവരുടെ നേരിട്ട് കൈകളിൽ എത്തിക്കണം എന്ന് പറഞ്ഞത് നിങ്ങൾ പിൻവലിക്കണം. അതല്ലെങ്കിൽ ഈ സമരത്തിന് പിന്തുണ പ്രഖ്യാപിക്കണം. വളരെ ക്ലിയറാണ് അവരുടെ നിലപാട്. അരുൺകുമാർ, ഇപ്പോഴാണെങ്കിലും അസോസിയേഷൻ ഇവിടെ തിരുവനന്തപുരത്ത് സമരം ചെയ്തപ്പോൾ അവർ ചെറിയ സംഘടനയാവട്ടെ വലുതാവട്ടെ കൂടുതൽ ആളുകളുടെ പിന്തുണയുള്ളതുകൊണ്ട് അതിൻ്റെ സെക്രട്ടറി ബിന്ദുവിൻ്റെ ശബ്ദം ഇപ്പോൾ ഇത്തിരി കുറേ കനക്കുന്നുണ്ട്. മാധ്യമങ്ങളുടെ നല്ല പിന്തുണയൊക്കെ ഉള്ളതുകൊണ്ട് അത് നല്ല കാര്യം, എനിക്ക് സന്തോഷമുണ്ട്. അവർ വരികയിൽ കഴിയുടെ ഇപ്പോൾ പറഞ്ഞല്ലോ CITU ഒന്നും ചെയ്തിട്ടില്ല, ഇവർക്ക് വേണ്ടി വല്ലതും ചെയ്യേണ്ടതെന്ന് ചോദിച്ചപ്പോൾ CITU ചെയ്തിട്ടുള്ളൂ. CITU ആണ് ഞങ്ങളെ ഈ സമരമൊക്കെ ഞങ്ങളെ പഠിപ്പിച്ചത് എന്ന് പറയുമ്പോൾ എനിക്ക് അഭിമാനം തോന്നുന്നുണ്ട്. ഞാനൊരു കാര്യം പറയട്ടെ, SUCI എന്ന് പറയുന്ന സംഘടനയിലാണോ അല്ലെങ്കിൽ അവരുടെ ട്രേഡ് യൂണിയൻ സംഘടനയായിട്ടുള്ള ഓൾ ഇന്ത്യ UTUCയിലാണോ ഈ അസോസിയേഷൻ അഫിലിയേറ്റ് ചെയ്തിട്ടുള്ളത്? ഞാൻ ചോദിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതൊരു അഖിലേന്ത്യാ സംഘടനയാണ്. CITUവിനെ പോലെ തന്നെ ഒരു അഖിലേന്ത്യാ സംഘടനയാണ്. ചെറുതാണോ വലുതാണോന്നല്ല. എന്തുകൊണ്ടാണ് ഇന്ത്യൻ പാർലമെന്റിലേക്ക് പോകാത്തത്? എന്തുകൊണ്ടാണ് ഇന്ത്യയിലെ ഞാൻ തിരിച്ചു പോയിക്കുകയാണ്, എന്തുകൊണ്ടാണ് അവിടെ പോകാത്തത്? ഇവിടെ മാത്രം ചെയ്യുന്നു എന്ന് അവർ വ്യക്തമായി പറഞ്ഞല്ലോ. അതിനെയാണ് ഞങ്ങൾ രാഷ്ട്രീയ പ്രേരിതം എന്ന് പറഞ്ഞത്. ഈ ആശാ വർക്കർമാരെ പരിഗണിച്ചുകൊണ്ട് അല്ല, പരിമിതമായ പരിമിതമായ സംവിധാനത്തിൽ നിന്ന് ഈ ഗവൺമെന്റ് ആശമാർക്ക് ചെയ്തു കൊടുക്കേണ്ടത് ഇത് സഖാവിന് KN ഗോപിനാഥിന് കൃത്യമായിട്ട് മറുപടി കൊടുത്തിട്ടുള്ളതാണ്. നമ്മുടെ സംഘടന കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ എന്ന് പറയുന്ന സംഘടന ഒരു ട്രേഡ് യൂണിയനുമായിട്ട് അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള സംഘടനയാണ്, സ്വതന്ത്ര സംഘടനയാണ്. പക്ഷേ ദേശീയ തലത്തിൽ സ്കീം വർക്കേഴ്സ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമില്ല, അതിൽ നമ്മൾ അഫിലിയേറ്റഡ് ആണ്. നമ്മൾ അതിന്റെ നേതൃത്വത്തിൽ 2-3 വർഷം ഞാൻ നേരിട്ട് പോയി പങ്കെടുത്ത കഴിഞ്ഞ വർഷം പാർലമെന്റ് മാർച്ച് ഉണ്ടായിരുന്നു. ഈ ബഡ്ജറ്റിന് മുമ്പായി നമ്മൾ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് ഇൻസെന്റീവ് വർദ്ധിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നിവേദനം കൊടുത്തതാണ്. അപ്പം ഞാൻ പറഞ്ഞു വന്നപ്പോൾ അത്രയും പറഞ്ഞതേ ഉള്ളൂ. ഇത് എത്ര ദിവസമായിട്ട് തുടങ്ങിയതാണ്? 23 ദിവസമായില്ലേ ഞങ്ങൾ ഇരിക്കാൻ തുടങ്ങിയിട്ട്? ഇതേ ന്യായങ്ങളല്ലേ തുടക്കം മുതൽ ഒരു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? പറഞ്ഞ് മടുത്തില്ലേ നിങ്ങൾക്ക് തന്നെ? വേറെ പുതിയ എന്തെങ്കിലും ന്യായം പറ. ഒരൊറ്റ കാര്യമേ ഉള്ളൂ, സംസ്ഥാന സർക്കാർ ഓണറേറിയം 1000-ൽ നിന്ന് 7,000 ആക്കിയിട്ടുണ്ടെങ്കിൽ 7,000-ൽ നിന്ന് 10,000 ആക്കി കൊടുക്കാൻ ഈ സമരം ചെയ്യുന്നവർക്ക് പറയാനുള്ളത് സംസ്ഥാന സർക്കാരിനോടാണ്. കേന്ദ്ര സർക്കാർ തീർച്ചയായിട്ടും ഇൻസെന്റീവ് കൂട്ടി കൊടുക്കട്ടെ. പക്ഷേ നിങ്ങൾ കേരളത്തിൽ സമരം ചെയ്യുമ്പോൾ നിങ്ങൾ പാർലമെന്റിൽ പോയി എന്തുകൊണ്ട് സമരം ചെയ്യുന്നില്ല? അങ്ങനെ ഓരോ സംസ്ഥാനത്തും പാർലമെന്റിലും ഒക്കെ സമരം ചെയ്യാൻ അതാത് സംഘടനകൾ തീരുമാനമെടുക്കട്ടെ. ഈ സംഘടനയ്ക്ക് കേരളത്തിൽ ഓണറേറിയം 7,000-ൽ നിന്ന് 10,000 കൂട്ടിക്കൊടുക്കണമെന്ന ആവശ്യമാണ് ഉന്നയിക്കാനുള്ളത്. ആ ഉന്നയിക്കുന്ന ആവശ്യമാണ് നിങ്ങൾ പരിഗണിക്കേണ്ടത്. അതിനു പകരം നിങ്ങൾ ഡൽഹിയിൽ പോകാത്തത് എന്ന് ചോദിക്കുന്നത് ശരിയല്ല ഗോപിനാഥ്. അരുൺകുമാർ, ഒരു കേന്ദ്ര സ്കീം ആയതുകൊണ്ട് കേന്ദ്രത്തിൽ കൂടി പറയേണ്ടി വരും. കേന്ദ്രത്തിന്റെയും കൂടി പരിഗണന ഈ കാര്യത്തിൽ ഉണ്ടെങ്കിൽ ഇതിന് പരിഹാരം ഉണ്ടാവുള്ളൂ എന്നുള്ളത് അറിയാവുന്നതുകൊണ്ട് പറയുന്നതാണ്. അല്ല, ഇവിടെ സമരം ഞങ്ങളും ചെയ്തിട്ടുണ്ടല്ലോ. കേരളത്തിൻ്റെ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ ഞങ്ങൾ ഈ 14-ഒന്നുമല്ല 2025 ഇവർ സമരം ചെയ്യുന്നതിൻ്റെ തൊട്ട് മുമ്പ് ജനുവരി 20-ാം തീയതി ഈ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ ഞങ്ങൾ ഞാൻ പറഞ്ഞു. സംസ്ഥാന സർക്കാർ ഇവരുടെ ഓണറേറിയം വർദ്ധിപ്പിക്കണം എന്നുള്ള ആവശ്യവുമായി CITUവിനെ കാണാനില്ല.
അല്ല, ഈ സമരത്തിന് ഇപ്പൊ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ നടക്കുന്ന സമരത്തിന് ഞങ്ങൾ പിന്തുണയില്ല എന്ന് മാത്രമേ ഉള്ളൂ. അത് CITUവിനെ തേച്ചൊട്ടിക്കാൻ വേണ്ടിയും ഗവൺമെന്റിന്റെ ചോര കുടിക്കാൻ വേണ്ടിയുള്ളതാണ്. കേരള ഗവൺമെന്റ് ഒരു മിനിറ്റ്, 21,000-ത്തിലധികം അല്ലെങ്കിൽ 25,000-ത്തിലധികം തൊഴിലാളികൾ നിങ്ങളുടെ കൂടെ ഉണ്ട്. അതെനിക്കറിയാം. ഈ 25,000-ത്തിലധികം തൊഴിലാളികൾ നിങ്ങളുടെ കൂടെ ഉണ്ട് എന്ന് നിങ്ങളുടെ വാദമുഖങ്ങളിലേക്ക് എടുത്താൽ പോലും നിങ്ങളുടെ കൂടെയുള്ള തൊഴിലാളികൾക്ക് ഗുണകരമാകുന്ന ഒരു പ്രവർത്തനത്തിന് അത് X എന്ന സംഘടന, Y എന്ന സംഘടന ആവട്ടെ, അവർ സമരം ചെയ്യുമ്പോൾ തൊഴിലാളികളുടെ ആവശ്യമല്ലേ മുൻനിർത്തേണ്ടത്? അതെന്നെ ഞാൻ അത് തന്നെ പറയുന്നത്. ഈ സമരം അവസാനിപ്പിക്കാൻ ഗവൺമെന്റ് ഇപ്പോൾ സമരം നടക്കുന്ന ആശാ വർക്കർമാരെയോ ഇനി ഈ രംഗത്തുള്ള എല്ലാ ട്രേഡ് യൂണിയൻ സംഘടനകളെയും ഒരുമിച്ച് ഇനിയും രണ്ടാമത് വിളിച്ചാൽ അതിനൊന്നും എതിരല്ല. വിളിച്ച് പ്രശ്നം പരിഹരിക്കാൻ 7,000 എന്നുള്ളത് ഗവൺമെന്റ് വിചാരിച്ച 10,000 ആണ് സമരം. അത് ചർച്ചയ്ക്ക് വിളിച്ച് പ്രശ്നം അവസാനിപ്പിക്കണം എന്ന് തന്നെയാണ്. ഞങ്ങൾ ഏതായാലും ഈ ആശ എന്ന് പറയുന്ന പദ്ധതി ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് 20 വർഷമാവുകയാണ്. ഏപ്രിൽ 14 അവിടെ ഞങ്ങൾ വലിയ ശക്തമായിട്ടുള്ള ഒരു പ്രക്ഷോഭ സമരത്തിന് ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. കാരണം ഇവിടെ കേരളത്തിൽ എന്തെങ്കിലും ഒരു ഓണറിയം നിങ്ങൾ പിന്തുണ കൊടുക്കൂ. അവർ ആ സമരത്തിന് നിങ്ങളുടെ ഒപ്പം വരും. കേന്ദ്രത്തിൽ ഒരുമിച്ച് നിന്ന് ആശാ വർക്കർമാർക്ക് വേണ്ടി പോരാടുന്നതല്ലേ നല്ലത്? എനിക്ക് ഒരിലത്തും മഴയത്തും ഇങ്ങനെ നിർത്തുന്നത് എന്തിനാണെന്നാണ് ചോദ്യം. ഇനി 30 സെക്കൻഡ് മാത്രമേ സമയം ബാക്കിയുള്ളൂ. ശ്രീ ഷാജി രാഘവൻ, അങ്ങേക്ക് ഈ ചർച്ച അവസാനിപ്പിക്കാം. കേന്ദ്ര സർക്കാർ ഇൻസെന്റീവുകൾ എന്തെങ്കിലും കൂട്ടാനുള്ള പദ്ധതിയുണ്ടോ? ഇന്നിപ്പോൾ JP നദ്ദയുമായി സുരേഷ് ഗോപി കൂടിക്കാഴ്ച നടത്തി. എന്തെങ്കിലും ഒരു പോസിറ്റീവായിട്ടുള്ള പ്രതികരണം ഉണ്ടാകുമോ ശ്രീ ഷാജി രാഘവൻ? അല്ല, ഇത് സാർ ഞാനിത് സൂചിപ്പിച്ചു. ഇതിൻ്റെ നടപടിക്രമം ഞാൻ സൂചിപ്പിച്ചു. ഓരോ സാമ്പത്തിക വർഷത്തെയും അതാത് സംസ്ഥാനവും കേന്ദ്രവുമായിട്ട് ചർച്ച ചെയ്തിട്ട് കേരളത്തിൻ്റെ റിക്വയർമെൻറ്റ് പറയുകയാണ്. ആ ഘട്ടത്തിലാണിത് പറയേണ്ടത്. ഇപ്പോൾ അടുത്ത സാമ്പത്തിക വർഷം തുടങ്ങാൻ പോവുകയാണ്. ഇതിനകത്ത് ശ്രീ സുരേഷ് ഗോപി ഇന്ന് ബഹുമാന്യനായ നഡ്ഡയെ കാണാനുള്ള സാഹചര്യം നമുക്കറിയാം. കേരളത്തിൽ 26,000 വരുന്ന ആശാ വർക്കേഴ്സിന് വേണ്ടിയിട്ട് അതുമായി ബന്ധപ്പെട്ടിട്ട് അതിൻ്റെ പ്രതിനിധികളായിട്ട് കുറേ പേര് അവിടെ സമരം നടത്തുന്നു. 23 ദിവസമായി. ആ സമരം CITയും CPM അല്ല നേതൃത്വം കൊടുക്കുന്നത് എന്നുള്ള ഒരൊറ്റ കാരണത്താൽ ഒരു ചർച്ചയ്ക്ക് പോലും ക്ഷണിക്കുന്നില്ല എന്ന് മാത്രമല്ല, നിയമസഭയ്ക്കുള്ളിൽ സംസ്ഥാനത്തിൻ്റെ ആരോഗ്യമന്ത്രി കള്ളക്കണക്ക് പച്ചക്കള്ളം പറഞ്ഞുകൊണ്ട് കേരളത്തെ തെറ്റിദ്ധരിപ്പിക്കുന്നു ഒരു വശത്ത്. മറുവശത്ത് ചില CITU നേതാക്കന്മാരുൾപ്പെടെ CPM നേതാക്കന്മാരുൾപ്പെടെ ഈ സ്ത്രീകൾക്കെതിരെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കും. ഒരു കേന്ദ്രമന്ത്രി അവിടെ പോലീസുകാർ അവരുടെ ടാർപ്പാളിനെടുത്ത് കളഞ്ഞപ്പോൾ മഴ നനഞ്ഞ് പൊരിവെയിലത്തും പെരിയ മഴയത്തും അവിടെ നിൽക്കുന്ന സ്ത്രീകൾക്ക് ഒരു സഹാനുഭൂതിയുടെ അതിന്റെ ഭാഗമായിട്ട് അവിടെ ചെന്നപ്പോൾ കേരളം കേട്ടതല്ലേ? അപ്പോൾ മാനത്തെയും അവരുടെ അഭിമാനത്തെയും പോലും വെല്ലുവിളിച്ചുകൊണ്ട് പ്രസ്താവനകൾ ഇറക്കുകയാണ്. അല്ല, അത് കിട്ടുമെന്നുള്ളതാണ് ചോദ്യം. ചുരുക്കത്തിൽ എന്താണ് ഇതിപ്പോൾ JP നദ്ദയുമായി സുരേഷ് ഗോപി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഇവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാവൂ? അല്ല, കൃത്യമായി എന്തായിരുന്നു അദ്ദേഹം പറഞ്ഞത്? എന്താണ് കേരളത്തിൽ എന്താണ് കേരളത്തിൻ്റെ ഗവൺമെൻറ് ഈ സമരക്കാരോടും കേരളത്തിൻ്റെ പൊതുസമൂഹത്തോടും എന്താ പറഞ്ഞത്? കേന്ദ്രമാണ് ഫണ്ട് തരാനുള്ളത്, കേന്ദ്രത്തിൽ നിന്ന് ഫണ്ട് കിട്ടാനുണ്ട്, അതുകൊണ്ടാണ് കുടിശ്ശിക കൊടുത്തു തീർത്തത്. ഫെബ്രുവരി 12-ാം തീയതി JP നദ്ദ തന്നെ പറഞ്ഞതല്ലേ? ഇന്നത്തെ കൂടിക്കാഴ്ചയിൽ എന്തെങ്കിലും പോസിറ്റീവ് റിസൾട്ട് ഉണ്ടാകുമോ എന്നാണ് എൻ്റെ ചോദ്യം. സാർ, കൂടിക്കാഴ്ചയിലല്ല സാർ വേണ്ടത്, ഇന്നത്തെ നിയമസഭയിലായിരുന്നു ഈ ചർച്ച നടക്കേണ്ടത്. കേരളത്തിലെ ആശാ വർക്കർമാർക്ക് സുരേഷ് ഗോപി വന്ന് സമരപ്പന്തലിൽ വന്ന് നിങ്ങളുടെ നേരിട്ട് ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ ഒക്കെ ചെയ്തു തരാം എന്ന മട്ടിൽ അവർക്ക് പ്രതീക്ഷ കൊടുത്ത് പോയത് എന്തിനാണ് ശ്രീ ഷാജി രാഘവൻ? അല്ല, പ്രതീക്ഷ കൊടുക്കുന്നത് നിയമസഭയ്ക്കുള്ളിലല്ലേ പ്രതീക്ഷകൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പം അവിടെ വലിയ വാഗ്ദാനങ്ങൾ നടക്കുക. സുരേഷ് ഗോപി അവിടെ നമുക്കറിയാം ഒരു കേന്ദ്രമന്ത്രി അവിടെ പോയത് കേരളത്തിലെ ആയിരക്കണക്കിന് സ്ത്രീകൾ വെയിലത്തും അതുപോലെ തന്നെ മഴയത്തും നടത്തുന്ന സമരം, ആ സമരപ്പന്തലിൽ എത്തിയെന്നുള്ളതിനപ്പുറത്ത് സമരത്തിന്റെ ഭാഗമാകാൻ കേന്ദ്രമന്ത്രിക്ക് സാധിക്കും. ശരി, നന്ദി ശ്രീ ഷാജി രാഘവൻ. ബിന്ദു MA ചർച്ചയിൽ പങ്കുചേർന്നതിന്. ഒപ്പം CITU നേതാവ് KN ഗോപിനാഥ്. Debate with Dr. Arun Kumar.